ഇടതുപക്ഷത്തെ എതിർക്കാൻ വേണ്ടി ലിബറൽ ആൻഡ് റൈറ്റ് വിങ് ശക്തികൾ ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ എക്സ് നക്സലൈറ്റ് നേതാക്കളുണ്ട്, അവരെ കൊണ്ടുവരുത്തും. അപ്പോൾ എന്നിട്ട് അവർ പറയും ഞങ്ങളാണ് യഥാർത്ഥ വിപ്ലവകാരികൾ, അപ്പോൾ അവരുടെ പുസ്തകത്തിൽ എഴുതിയതാണ് യഥാർത്ഥ കമ്മ്യൂണിസം എന്നവരിങ്ങനെ പ്രചരിപ്പിക്കും. അപ്പോൾ അതിലെന്താണ് സഖാവിന് പറയാനുള്ളത്? സാധാരണ കൊല്ലൻ്റെ ആലയിൽ ആയുധങ്ങൾ മൂർച്ച കൂട്ടുന്നതിന് വേണ്ടി അവർ ചെയ്യുന്നത് എന്താ? നല്ലോണം പഴുപ്പിക്കും. എന്നിട്ടോ എന്താ ചെയ്യുക? അടിക്കും. അടിക്കുന്ന അവസരത്തിൽ തെറിച്ചു പോകുന്നത് എന്താണ്? നമ്മളിവിടെ പറയുക, കൂടം മുട്ടുമ്പോൾ കീടം തെറിക്കുമെന്നാണ്. ആ തെറിക്കുന്ന കീടം കൊണ്ട് നിങ്ങൾക്ക് ഒരു ആയുധം ഉണ്ടാക്കാൻ പറ്റുമോ? അവരെ കൊണ്ട് ഒരു ആയുധം ഉണ്ടാക്കാൻ പറ്റില്ല. ഈ കീടങ്ങളെ കൊണ്ട് ഒരു ആയുധം ഉണ്ടാക്കാൻ പറ്റില്ല. പ്രതീഷിൻ്റെ യൂട്യൂബ് ചാനലുമായിട്ട് സംസാരിക്കുമ്പോൾ താങ്കൾ ഒരു കറകളഞ്ഞ ഒരു നിരീശ്വരവാദിയായിരുന്നു. അപ്പം നിരീശ്വരവാദ ആശയത്തിൽ നിന്ന് മാർക്സിസം ലെനിനിസം എന്താണ് എന്ന് പഠിക്കുന്നതിലേക്കും ലിബറൽ ജനാധിപത്യവാദികളോട് എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത് എന്നതിലേക്കും താങ്കൾ എത്തി. അപ്പോൾ നിങ്ങളുമായിട്ട് സംവദിക്കുക എന്ന് പറയുന്നത് എന്നെപ്പോലെയുള്ള ഒരു CPM പ്രവർത്തകനെ സംബന്ധിച്ച് അങ്ങേയറ്റം സന്തോഷമുള്ള കാര്യമാണ്. ഇന്ത്യയിലെ പുതിയ തലമുറ ജെൻസി എന്ന് വിളിക്കപ്പെടുന്ന വിഭാഗം ജാതിയോ മതമോ വ്യത്യാസം കൂടാതെ എല്ലാവരും ഒന്നിച്ചുകൊണ്ട് ഈ ഹിന്ദുത്വ രാഷ്ട്രീയം പ്രാവർത്തികമാക്കി അധികാര കസേരയിൽ തുടരുന്ന BJP ഗവൺമെൻറ്റിന് അവർക്കിടെ മുമ്പിൽ മുട്ടുമടക്കേണ്ടി വന്നിട്ടുണ്ട്. അതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ഇന്ത്യൻ കോർപ്പറേറ്റുകൾ BJP കഴിഞ്ഞാൽ ഇഷ്ടപ്പെടുന്ന രാഷ്ട്രീയ പാർട്ടി ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസ്സാണ്. സ്വത്വ രാഷ്ട്രീയം രാജ്യത്തിലെ ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് അപകടകരമാണ്. കാരണം ഈ സ്വത്വ രാഷ്ട്രീയത്തിന്, വലതുപക്ഷവൽക്കരണത്തിന് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ പ്രോത്സാഹനം നിർവഹിച്ചാൽ അതിൻ്റെ ഫലം എന്തായിരിക്കും? ജനാധിപത്യം വണാധിപത്യമായി മാറും. എല്ലാവർക്കും റിഡക്റ്റയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെയുള്ള ആൾ ആരാണ് എന്നതിന് പ്രത്യേകിച്ചൊരു ഇൻട്രൊഡക്ഷൻ വേണ്ട. കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിരുന്നു, സംസ്ഥാന കമ്മിറ്റിയുടെ മെമ്പറുമാണ്, മുൻ MLA ആയിരുന്നു. സഖാവ് P ജയരാജനാണ് എൻ്റെ കൂടെ. വെൽക്കം ടു റിഡക്റ്റീവ്. അപ്പോൾ സഖാവിൻ്റെ 2 പുസ്തകങ്ങൾ റിലീസായിട്ടുണ്ട്. ഒന്ന് പൊളിറ്റിക്കൽ ഇസ്ലാമിനെ പറ്റിയുള്ളൊരു ബുക്കായിരുന്നു, രാഷ്ട്രീയ ഇസ്ലാം എന്ന് പറയുന്നൊരു ബുക്ക് നേരത്തെ വന്നായിരുന്നു. ഇപ്പോൾ റീസെൻ്റ്ലി ഒരു പുസ്തകം വന്നിട്ടുണ്ട്, സനാതനികളുടെ ഹിന്ദുത്വ വഴികൾ എന്നുള്ള ഒരു പുതിയ പുസ്തകം. അപ്പോൾ ഞാനത് വാങ്ങിച്ചിട്ടുണ്ട്, നമ്മളത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ മെയിനായിട്ട് ഞാൻ വായിച്ചപ്പോൾ എനിക്ക് തോന്നിയൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സഖാവ് അതിനകത്ത് പറയാൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ് ഈ ഹിന്ദു സാംസ്കാരിക നായകന്മാർ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലുള്ള നവോത്ഥാന നായകന്മാർ ഇവരെല്ലാവരെയും ഇങ്ങനെ ഹിന്ദുത്വ അല്ലെങ്കിൽ ഹിന്ദുത്വ ശക്തികൾ ഞങ്ങളുടേതാണ്, ഇവരെല്ലാം ഞങ്ങളുടെ ആളുകളാണെന്നുള്ള രീതിയിൽ ഒരു ഇമേജ് ഉണ്ടാക്കി ചരിത്രം പുനർവായിക്കുന്ന അല്ലെങ്കിൽ ഒരു പുനർവായന നടത്തുന്ന ഒരു പ്രക്രിയ നടക്കുന്നുവെന്നാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ബേസിക്കലി ഒരു സ്വത്വവാദ രാഷ്ട്രീയത്തെ ഈ ഹിന്ദുത്വ ശക്തികൾ ഉപയോഗിക്കുന്നു, റൈറ്റ് വിങ്ങിന് വേണ്ടി അല്ലെങ്കിൽ വലതുപക്ഷത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു എന്നതാണ് പ്രധാന ഒരു പോയിന്റ് എന്ന് എനിക്ക് തോന്നി. സഖാവിന് ഇതിനോട് യോജിക്കുന്നുണ്ട്? ഈ സ്വത്വവാദ രാഷ്ട്രീയത്തെ എപ്പോഴും ഈ റൈറ്റ് വിങ് ഇങ്ങനെ സ്വാംശീകരിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന്. തീർച്ചയായിട്ടും അത്തരമൊരു തോന്നലുണ്ടായതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ 2 പുസ്തകം എഴുതിയത്. മാതൃഭൂമി ബുക്സാണ് ആദ്യത്തെ പുസ്തകം പ്രസിദ്ധീകരിച്ചത്. അത് കേരളം, മുസ്ലിം രാഷ്ട്രീയം, രാഷ്ട്രീയ ഇസ്ലാം, ഇതാണ് ആ പുസ്തകത്തിൻ്റെ പേര്. അതിൻ്റെ 6ാം പതിപ്പ് ആണിപ്പോൾ ലഭ്യമാവുക. അതോടൊപ്പം ഈ കഴിഞ്ഞ മെയ് 20-ാം തീയതി 2026 മെയ് 20-നാണ് സനാതനികളുടെ ഹിന്ദുത്വ വഴികൾ എന്ന പുസ്തകം പ്രസിദ്ധീകരിച്ചത്. ആ പുസ്തകം നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പേ തന്നെ തയ്യാറാക്കിയതാണ്. പ്രിൻ്റ് ചെയ്തൊക്കെ വെച്ചിരുന്നു. അത് ചിന്ത പബ്ലിഷേഴ്സാണ്. പക്ഷേ പ്രകാശനം നിർവഹിച്ചത് മെയ് 20-നാണ്. മുൻ മുഖ്യമന്ത്രിയും CPMൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗവുമായിട്ടുള്ള സഖാവ് പിണറായി വിജയനാണ് അതിൻ്റെ പ്രകാശനം നിർവഹിച്ചത്. ആദ്യത്തെ നേരത്തെ പറഞ്ഞിട്ടുള്ള പുസ്തകത്തിൻ്റെ പ്രകാശന കർമ്മവും പിണറായി തന്നെയാണ്. അത് കോഴിക്കോട് വെച്ചൊരു ചടങ്ങിലാണ് ആ പ്രകാശനം നിർവഹിച്ചത്. ഈ 2 പുസ്തകങ്ങളും കുറച്ചു കാലം, അത് അരനൂറ്റാണ്ട് കാലത്തോളമുള്ള എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് രൂപപ്പെടുത്തിയതാണ്. കാരണം ഞങ്ങളൊക്കെ രാഷ്ട്രീയ പ്രവർത്തകന്മാരാണല്ലോ, കമ്മ്യൂണിസ്റ്റുകാരാണ്. രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടേറെ പാർട്ടികളുടെ ഭാഗമായി പ്രവർത്തിക്കുന്നവരുണ്ടാവും. പക്ഷേ ഒരു കമ്മ്യൂണിസ്റ്റുകാരനെന്ന നിലക്ക് സമൂഹത്തിന് കൃത്യമായിട്ടുള്ള ഒരു സന്ദേശം കൊടുക്കണം എന്ന് ഞാൻ ഉദ്ദേശിച്ചു. അപ്പോൾ സമൂഹത്തെ ജാഗ്രതപ്പെടുത്തണം, അതെൻ്റെ ഒരു ദൗത്യമാണ് എന്നാണ് ഞാൻ കരുതിയത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് തയ്യാറാക്കിയത്. കാരണം ഈ കേരളം ഇന്ത്യയിലെ മറ്റിടങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ്. അതിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ ചില സമാനതകളുണ്ടാവും. പക്ഷേ
ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തിൽ നിന്ന് തികച്ചും ഭിന്നമായിട്ടൊരു രാഷ്ട്രീയ രൂപീകരണം ഈ കേരളത്തിൽ നടന്നിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ കേരളത്തിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ ഒന്ന് ജാതിഭ്രാന്ത് കൊടികുത്തി വാണിട്ടുള്ള ഒരു മേഖലയായിരുന്നു നമ്മുടേത്. കേരളപ്പിറവി 56-ലാണല്ലോ ഉണ്ടായത്. അതിന് മുന്നേ തന്നെ ഈ കേരളത്തെ ഭ്രാന്താലയമാണ്. മലബാറിൽ വന്നിട്ടുള്ള സ്വാമി വിവേകാനന്ദൻ്റെ മദ്രാസ് പ്രഖ്യാപനം ഉണ്ടായിട്ടുണ്ട്. ഈ മലബാർ മേഖലയിൽ ജാതിഭ്രാന്തൻ്റെ പ്രത്യക്ഷമായിട്ടുള്ള കാഴ്ചകൾ, അനുഭവങ്ങൾ തനിക്കുണ്ടായിട്ടുണ്ട് എന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ളൊരു കേരളം പിന്നീട് നവോത്ഥാന നായകന്മാരുടെ പ്രവർത്തനത്തിൻ്റെ ഫലമായി ജാതിക്കതീതമായിട്ടൊരു സാമൂഹ്യബോധം കേരളത്തിൽ രൂപപ്പെട്ടു. അതിൽ നവോത്ഥാന നായകന്മാർ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുണ്ട്. ശ്രീനാരായണ ഗുരുവുണ്ട്, ചട്ടമ്പി സ്വാമികളുണ്ട്, അതുപോലെ മഹാത്മാ അയ്യങ്കാളിയുണ്ട്. അംബേദ്കറുടെ ആശയങ്ങളും ഇവിടെ സ്വാധീനിക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ വാഗ്ഭടാനന്ദൻ, ഇവരൊക്കെയാണ് ഈ ഹിന്ദു വിഭാഗങ്ങളിലെ നവോത്ഥാന നായകന്മാർ എന്നറിയപ്പെട്ടത്. ആ നവോത്ഥാനം നടന്നിട്ടുള്ള കേരളത്തിൽ ഇപ്പോൾ മുസ്ലിം സമൂഹത്തിലും നവോത്ഥാനം ഉണ്ടായിട്ടുണ്ട്. മുസ്ലിം സമൂഹത്തിലെ നവോത്ഥാനം ആ മതത്തിൻ്റെ സവിശേഷതക്കനുസരിച്ചുള്ള ഒരു നവോത്ഥാനമാണ്. എന്ന് പറഞ്ഞാൽ ഈ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം പാടില്ല. അതാണ് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ചെയ്യുന്നത് ചെകുത്താൻ്റെ ഭാഷ പഠിക്കലാണ്. ഇങ്ങനെ ഇസ്ലാമിക പണ്ഡിതന്മാർ അക്കാലത്ത് വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള സമൂഹത്തിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം വേണം, പെൺകുട്ടികളെ പഠിപ്പിക്കണം. ഈ നിലക്ക് ഒട്ടേറെ നവോത്ഥാന പ്രവർത്തനങ്ങൾ ഈ മുസ്ലിം സമുദായത്തിൽ നടന്നിട്ടുണ്ട്. ക്രിസ്ത്യൻ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളവും അത് കാണാൻ വേണ്ടി കഴിയും. ക്രിസ്ത്യൻ സമൂഹത്തിലെ ആദ്യകാല പുരോഹിതന്മാരൊക്കെ പൊതുവിൽ ഈ വിദ്യാഭ്യാസ പ്രവർത്തനത്തിന് വേണ്ടി വലിയ സംഭാവന നിർവഹിച്ചിട്ടുണ്ട്. ഇങ്ങനെയെല്ലാം ജാതിക്കും മതത്തിനും അതീതമായിട്ടൊരു സാമൂഹ്യബോധം രൂപപ്പെട്ട ഈ കേരളം പിന്നീട് അതിൻ്റെ ഒരു അടുത്ത പടിയിലേക്ക് കടന്നു. അതെന്താണ്? തൊഴിലാളി സംഘടിക്കുക, കൃഷിക്കാരെ സംഘടിക്കുക, വർഗ സംഘടനകൾ ഉണ്ടാക്കുക. അതിൽ കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചാൽ ആദ്യകാലത്തെ കോൺഗ്രസ് നേതാക്കന്മാരിൽ ഒരു വിഭാഗമാണ് പിന്നീട് കമ്മ്യൂണിസ്റ്റ് ആയത്. ഇതാണ്. ഇപ്പോൾ കൃഷ്ണപിള്ള കേരളത്തിൽ ഈ മലബാർ മേഖലയിലാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം സജീവമായിട്ട് ആരംഭിക്കുന്നത്. അത് ഏത് വർഷം അറിയോ? അറിയില്ല. അപ്പോൾ ആ ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ 1930 കൃഷ്ണപിള്ള കോഴിക്കോട് വണ്ടി ഇറങ്ങുകയാണ്, തീവണ്ടി, ട്രെയിൻ. എന്നിട്ട് നേരെ അന്ന് KPCCയുടെ ആഫീസ് ആസ്ഥാനം കോഴിക്കോടാണ്, ആഫീസിലേക്ക് പോവുകയാണ്. അദ്ദേഹം കോട്ടയം വൈക്കം സ്വദേശിയാണ് കൃഷ്ണപിള്ള. വേറൊരു വ്യക്തി കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് ബീജാഭാവം നടത്തിയിട്ടുള്ള ആളുകളിൽ പ്രമുഖനാണ് NC ശേഖർ. അദ്ദേഹം വരുന്നത് തിരുവനന്തപുരത്ത് നിന്നാണ്, നെടുമങ്ങാട് സ്വദേശിയാണ് അദ്ദേഹം, എന്നെ പോലെ തെക്കനാണ്. അതെ. അപ്പോൾ അദ്ദേഹം ഇങ്ങോട്ട് വരുന്നു. അദ്ദേഹം വരുന്നു, നേരെ ആഫീസ് പോകുന്നു, KPCC ആഫീസിൽ. അപ്പോൾ അവർ ഒരു അപേക്ഷ ക്ഷണിച്ചത് മനസ്സിലാക്കിയിട്ടാണ് വരുന്നത്. ദണ്ഡി കടപ്പുറത്ത് ഉപ്പിന് ബ്രിട്ടീഷ് സാമ്രാജ്യത്വം നികുതി ഏർപ്പെടുത്തുന്നതിനെതിരായിട്ട് മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ ഉപ്പ് കുറുക്കൽ സത്യാഗ്രഹം നടത്തി, ദണ്ഡി സത്യാഗ്രഹം. ആ സത്യാഗ്രഹത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് കേരളത്തിലും ഒരു സമരം വേണം എന്ന് കോൺഗ്രസിൻ്റെ അന്നത്തെ നേതാക്കന്മാർ തീരുമാനിച്ചു. അതനുസരിച്ച് ഉള്ള ഉപ്പ് സത്യാഗ്രഹത്തിന് വളണ്ടിയർമാരാവാൻ സന്നദ്ധതയുള്ളവരെ ക്ഷണിച്ചു. എന്ന് പറഞ്ഞാൽ ജോലിക്കൊക്കെ അപേക്ഷ എണിക്കുന്ന പോലെ അപേക്ഷ എണിച്ചു. ആ അപേക്ഷ പിന്നെ കണക്കിലെടുത്തുകൊണ്ട് അപേക്ഷ കൊടുക്കാൻ വന്നതാണ് അവർ. തങ്ങളെ വളണ്ടിയർമാരാക്കണം എന്ന് പറഞ്ഞാൽ ഇൻ്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്യാൻ വന്ന പോലെ. കാരണം ഇതൊരു ത്യാഗസന്നദ്ധത വേണമല്ലോ. അപ്പം ഞങ്ങൾ സന്നദ്ധമാണ്, ഈ സത്യാഗ്രഹത്തിൽ ഭടനാവാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ വരുന്നത്. അവർ അവിടുന്ന് കാൽനടയായിട്ട്, കോഴിക്കോട് നിന്ന് കാൽനടയായിട്ട് ഈ ദണ്ഡി സത്യാഗ്രഹത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് കേരളത്തിൽ ആദ്യമായി നടന്നിട്ടുള്ള ഉപ്പ് സത്യാഗ്രഹം പയ്യന്നൂരിലാണ്, അവിടുത്തെ കടപ്പുറത്താണ്. അപ്പോൾ കോഴിക്കോട് നിന്ന് പയ്യന്നൂരിലേക്ക് ജാഥയായിട്ട് വരികയാണ്, കാൽനടയായിട്ട്. എന്നിട്ട് പയ്യന്നൂരിലെത്തുന്നു, ഉപ്പ് കുറക്കുന്നു. അന്ന് വലിയ അടിച്ചമർത്തലുണ്ടായിട്ടില്ല. പക്ഷേ രണ്ടാം ഘട്ടം കോഴിക്കോട് കടപ്പുറത്താണ്. അവിടെ ഭീകരമായിട്ടുള്ള മർദ്ദനം നടന്നു. അതിൽ കൃഷ്ണപിള്ളയടക്കം, കൃഷ്ണപിള്ളയുടെ കയ്യിൽ നിന്ന് കോൺഗ്രസിൻ്റെ കൊടി ആണ്
സ്വാതന്ത്ര്യ സമരത്തിൻ്റെ കൊടി പിടിച്ചു വാങ്ങാൻ വേണ്ടി ബ്രിട്ടീഷ് പോലീസുകാർ ബലപ്രയോഗം നടത്തിയിട്ടും കൃഷ്ണപിള്ള വഴങ്ങിയില്ല. അത്ര ധീരതയോടുകൂടി ദേശാഭിമാന പ്രചോദിതമായിട്ടുള്ള നിലയിലാണ് കൃഷ്ണപിള്ളയെ പോലെയുള്ള ആളുകൾ അക്കാലത്ത് ഇടപെട്ടത്. ആ കൃഷ്ണപിള്ളയും അതുപോലെ NC ശേഖറും പിന്നീട് EMS വരുന്നുണ്ട്, ദാമോദരൻ വരുന്നുണ്ട്. ഇവരൊക്കെ ആദ്യകാലത്ത് കോൺഗ്രസിൻ്റെ നേതാക്കന്മാരാണ്. EMS KPCCയുടെ സെക്രട്ടറി ആയിരുന്നല്ലോ. അതാണ് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്, അദ്ദേഹം KPCCയുടെ പ്രസിഡൻ്റ് ആയിരുന്നു. അപ്പോൾ കോൺഗ്രസിനകത്ത് ഇവരൊക്കെ അറിയപ്പെടുന്നത് ലെഫ്റ്റാണ്, ഇടതുപക്ഷം. അപ്പോൾ നമ്മൾ ഈ ചരിത്രം പരിശോധിക്കുമ്പോൾ വാട്ട് ഈസ് ലെഫ്റ്റ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാവുന്നത് ഈ കേരളത്തിലെ കോൺഗ്രസിൻ്റെ ചരിത്രം പരിശോധിച്ചാലാണ്. ഇത് പണ്ട് ഉള്ള കോൺഗ്രസ്സുകാരൊക്കെ ഇടതുപക്ഷത്തിലേക്ക് പോകുന്നു, പക്ഷെ ഇന്നുള്ള കോൺഗ്രസ്സുകാരൊക്കെ BJPയിലേക്കാണല്ലോ പോകുന്നത്. അതെ അല്ല, അതിനൊരു ചരിത്ര പശ്ചാത്തലമുണ്ട്. അത് കൗതുകരമാണ്. ഈ കേരളത്തിലെ ഈ രാഷ്ട്രീയ ചരിത്രം ഒരു വിദ്യാർത്ഥി എന്ന നിലക്ക് ഞാൻ മനസ്സിലാക്കിയപ്പോൾ ഈ കോൺഗ്രസിനകത്തെ വലതുപക്ഷം ഉണ്ടല്ലോ, അക്കാലത്തെ ഇപ്പോഴത്തേതുപോലെ ഒരു ഹിന്ദുത്വ മനോഭാവം പ്രകടിപ്പിച്ച നേതാക്കന്മാരാണ്. അത് എൻ്റെ പുസ്തകത്തിൽ കൃത്യമായി പറയുന്നുണ്ട്. അതാണ് അതായത് ഈ 2 പുസ്തകങ്ങളിലും അതിൻ്റെ ഭാഗങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഈ പറഞ്ഞ ഇടതുപക്ഷം, അതായത് കോൺഗ്രസിനകത്തെ ഇടതുപക്ഷം, അവർ കൃത്യമായിട്ട് ജനാധിപത്യം, മതനിരപേക്ഷത, സാമൂഹ്യ നീതി ഇവക്ക് വേണ്ടിയുള്ള കൃത്യമായിട്ട് നിലപാട് ആദ്യകാലം മുതൽ സ്വീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ജാതിക്കതീതമായിട്ടൊരു ബോധം സൃഷ്ടിച്ചപ്പെട്ടല്ലോ കേരളത്തിൽ. ആ കേരളത്തിൽ അതിൻ്റെ തുടർച്ചയായിട്ട്, അതിൻ്റെ ഒരു വളർച്ചയായിട്ട്, വെറും കണ്ടിന്യൂറ്റി മാത്രമല്ല ഒരു വളർച്ചയുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഈ ജാതിക്കതീതമായിട്ടുള്ള സാമൂഹ്യബോധം സൃഷ്ടിക്കാനേ നവോത്ഥാന പ്രസ്ഥാനങ്ങൾക്ക് കഴിഞ്ഞുള്ളൂ. അതിനുശേഷം തൊഴിലാളികൾ സംഘടിക്കുക, ജാതിക്കും മതത്തിനും അതീതമായി, വർഗ സംഘടനകൾ, കൃഷിക്കാരെ സംഘടിക്കുക, വർഗ സംഘടനകൾ, അധ്യാപകർ സംഘടിക്കുക, വർഗ സംഘടനകൾ. ഇങ്ങനെയുള്ള ഒരു വർഗ രാഷ്ട്രീയം രൂപപ്പെടുത്തുന്നതിലേക്ക് എത്തിക്കുന്നത് ഈ ഇടതുപക്ഷ വീക്ഷണത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ്. അതിൽ മാർക്സിസം ലെനിനിസം വളരെ പ്രധാനപ്പെട്ട പങ്ക് അത് പഠിക്കുന്നുണ്ട് അക്കാലത്തെ ഇടതുപക്ഷക്കാർ. ഇങ്ങനെയാണ് പടിപടിയായിട്ട് കേരളത്തിൻ്റെ വളർച്ച. ആ കേരളം ഇന്നൊരു പിന്നടത്തത്തിലേക്കാണ് എന്നതാണ് ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിട്ടുള്ള എൻ്റെയും അതുപോലെ തന്നെ എന്നെപ്പോലെ ചിന്തിക്കുന്നവരുടെയും ബോധ്യം. ഒരു പിന്നടത്തം വരികയാണ്. അവിടെയാണ് നമ്മൾ ഇടപെടൽ വേണ്ടത്. ഈ 2 പുസ്തകങ്ങളും അക്കാര്യത്തിൽ ഒരു ഇടപെടലായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. ഈ 2 പുസ്തകവും പൊതുവിൽ വായനാ സമൂഹത്തിനിടയിൽ വലിയ ചർച്ച വിധേയമായി. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഈ സനാതനികളുടെ ഹിന്ദുത്വ വഴികൾ എന്നുള്ള പുസ്തകം നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷമാണ് പുറത്തു വന്നത്. എല്ലാ സ്ഥലത്തും ഇപ്പോൾ ചർച്ച സംഘടിപ്പിക്കുകയാണ്. അതിൽ CPM അനുഭാവികൾ മാത്രമല്ല, അല്ലാത്തവരുമുണ്ട്. CPM ഇതരരായിട്ടുള്ള ആളുകൾ കൂടി വരുന്നു. ലിബറലായിട്ടുള്ള ആളുകൾ ഈ ചർച്ചകളൊക്കെ കേൾക്കാൻ വേണ്ടി വരുന്നു എന്നത് ഒരു നല്ല പോസിറ്റീവായിട്ടുള്ള കാര്യമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. അപ്പോൾ ഇത്തരമൊരു സാഹചര്യത്തിൽ എന്ന് പറഞ്ഞാൽ പ്രതീക്ഷ നേരത്തെ പറഞ്ഞതുപോലെ വലതുപക്ഷവൽക്കരണം യഥാർത്ഥത്തിൽ നടത്തുന്നത് അതിൻ്റെ കാലാൾപ്പടയായി വർഗീയ ശക്തികൾ പ്രവർത്തിക്കുന്നതിൻ്റെ ഫലമായിട്ടാണ്. ഇതിൽ ഞാൻ ശ്രദ്ധിച്ചൊരു സംഭവം വെച്ചാൽ നമ്മുടെ ചാനലിൽ ഇങ്ങനെ ഈ ഇടതുപക്ഷ രാഷ്ട്രീയത്തെക്കുറിച്ചൊക്കെ എപ്പോഴും പറയുമ്പോഴും പൊതുവിൽ ഈ ലിബറൽ ഓഡിയൻസ് എന്ന് പറയുന്ന ആളുകൾ പലപ്പോഴും അവരുടെ മുമ്പിൽ വരുന്ന ഒരു ആഖ്യാനങ്ങൾ എന്ന് പറഞ്ഞാൽ പലപ്പോഴും സ്വത്വവാദ ആഖ്യാനങ്ങളാണ്. നമ്മുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി വ്യത്യസ്തമായി സംഘടിച്ച് പരിശ്രമിക്കേണ്ടതുണ്ട്. ജാതിപരമായ സ്വത്വമായിരിക്കാം, ലിംഗപരമായ സ്വത്വമായിരിക്കും. അപ്പോൾ നമ്മളെല്ലാവരും അങ്ങനെയാണ്. അങ്ങനെ പറയുന്ന ആളുകളുടെ സംഭാഷണങ്ങളും അങ്ങനെ പറയുന്ന ആളുകളുടെ ആഖ്യാനങ്ങളുമാണ് നമ്മുടെ കേരളത്തിൽ ഈ ലിബറൽ ഓഡിയൻസിൻ്റെ അടുത്തേക്ക് കൂടുതലും എത്തുന്ന പോലെ എനിക്ക് തോന്നുന്നു. കാരണം നമ്മളെ ഇപ്പം ഞാൻ ജസ്റ്റ് എന്തെങ്കിലും ഒരു സാധാരണ ഒരു ആളോട് വിളിച്ച് ചോദിക്കുകയാണ്, എന്താണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ ഇപ്പോഴുള്ള തത്വചിന്തകർ ആരൊക്കെയാണെന്നൊക്കെ പറഞ്ഞാൽ അവർ എടുത്തു പറയുന്ന എല്ലാ ആളുകളും മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് ചിന്തകരായിട്ടുള്ള ആളുകളെ കുറിച്ചായിരിക്കത്തില്ല അവർ പറയുന്നത്. അവർ പലപ്പോഴും പറയുന്നതെല്ലാം സ്വത്വവാദ രാഷ്ട്രീയം പറയുന്ന ഏതെങ്കിലും വ്യക്തിയായിരിക്കും. എന്നിട്ട് അതിന് അവർ ന്യായം പറയുന്നത് മാർക്സിസ്റ്റ് ലെനിനിസത്തിന് ഈ ഒരു സ്വത്വ പ്രശ്നങ്ങളെ മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പം നമ്മളിങ്ങനെ പറയാൻ ശ്രമിക്കും, ഈ സ്വത്വ പ്രശ്നവും ഈ വർഗ പ്രശ്നങ്ങളും വ്യത്യസ്തമായിട്ടല്ല കാണേണ്ടത്, പക്ഷേ സ്വത്വവാദ രാഷ്ട്രീയത്തിൽ പ്രശ്നമുണ്ടെന്ന് നമ്മളിങ്ങനെ പറയാൻ ശ്രമിക്കും. സ്വത്വവാദ രാഷ്ട്രീയത്തിൽ പലപ്പോഴും അത് വലതുപക്ഷം ഇങ്ങനെ അവരുടെ ബെനിഫിറ്റിന് വേണ്ടി ഉപയോഗിക്കും. കാരണം നിങ്ങളിങ്ങനെ വിഘടിച്ച് നിൽക്കുകയാണ്, അപ്പോൾ നിങ്ങളുടെ ഓരോരോ പ്രശ്നങ്ങൾ ഇങ്ങനെ ഓരോ ടൈമിൽ ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ പലപ്പോഴും വലതുപക്ഷം സ്വത്വ പ്രശ്നങ്ങളെ ഇങ്ങനെ അക്കോമഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരോട് എന്താണ് പറയാനുള്ളത്? ഈ സ്വത്വവാദ രാഷ്ട്രീയത്തിൽ ഇങ്ങനെ മാത്രമേ നമുക്ക് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റത്തുള്ളൂ, ഈ മാർക്സിസ്റ്റ് ലെനിനിസ്റ്റിന് ഈ സ്വത്വ പ്രശ്നങ്ങളെ അംഗീകരിക്കാൻ പറ്റത്തില്ല എന്ന് പറയുന്ന ഒരു വിമർശനത്തോട്. അതായത് പ്രതീഷ് പറഞ്ഞത് ഈ വർത്തമാനകാല സമൂഹത്തിലെ ഒരു പ്രവണത തന്നെയാണ്. ഞാനത് മനസ്സിലാക്കുന്നു.
അതിൽ ഇപ്പോൾ BJPയുടെ ഒരു മുദ്രാവാക്യം നോക്കുക. BJP കേരളത്തിന് മാത്രമായിട്ട് ഒരു സ്ലോഗൻ ഉയർത്തിയിട്ടുണ്ട്. അവരുടെ സംഘപരിവാർ രാഷ്ട്രീയത്തിൻ്റെ പിന്നിൽ എല്ലാവരെയും അണിനിരത്തുന്നതിന് വേണ്ടി ഉള്ളൊരു സ്ലോഗൻ ഉയർത്തിയിട്ടുണ്ട്. ആ സ്ലോഗൻ അറിയോ എന്തോന്നാ? നായാടി മുതൽ മുദ്രാവാക്യം നായാടി മുതൽ നമ്പൂതിരി വരെ. അതിനൊരു എക്സ്റ്റൻഷൻ സൗജന്യപൂർവ്വം നൽകിയിട്ടുണ്ട്. ആര്? വെള്ളാപ്പള്ളി നടേശൻ. അദ്ദേഹം പറഞ്ഞത് നായാടി മുതൽ നസ്രാണി വരെ യോജിക്കണം എന്നാണ്. മനസ്സിലായില്ലേ? ഒരു സൗജന്യം കൊടുത്തിട്ടുണ്ട്, നസ്രാണി കൂടി ഇങ്ങോട്ട് വന്നോളൂ എന്നതാണ്. അപ്പോൾ ഇവിടെ ഈ നായാടി ആരായിരുന്നു? ഈ ലിബറൽ ചിന്താഗതിക്കാർ. ഇപ്പോൾ പ്രതീക്ഷ പറഞ്ഞ പോലെ ഈ സ്വത്വവാദികളായിട്ടുള്ള ആളുകൾ, അവരോട് ഈ ചരിത്രം ഒന്ന് ഓർമ്മിപ്പിച്ചാൽ ആ ലിബറൽ ചിന്താഗതിക്കാരായിട്ടുള്ള ആളുകൾക്ക് അവരുടെ വഴിതെറ്റൽ കൃത്യമായിട്ട് മനസ്സിലാവും. ആരായിരുന്നു നായാടി? ഇപ്പോൾ രാഷ്ട്രപിതാവായിട്ടുള്ള മഹാത്മാഗാന്ധി കേരളത്തിൽ സന്ദർശനം നടത്തിയിട്ടുണ്ട്. എത്ര തവണയാണെന്ന് ഓർമ്മയുണ്ടോ? അറിയോ? 2 വട്ടം വന്ന് എനിക്കറിയാം. 2 അല്ല, അദ്ദേഹം 5 തവണ കേരളത്തിൽ സന്ദർശിച്ചിട്ടുണ്ട്. ഇതാണ് ഈ സനാതനികളുടെ ഹിന്ദുത്വ വഴിയിൽ അതിനകത്തൊരു അധ്യായമുണ്ട്, സനാതനികളുടെ ഗാന്ധി ഹത്യ. ഗാന്ധിയെ കൊല്ലുന്നതിന് വേണ്ടിയുള്ള ആദ്യ ശ്രമം നടത്തുന്നത് സനാതനികളാണ്. അപ്പോൾ ആ അധ്യായത്തിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് കേരളത്തിൽ 5 തവണ അദ്ദേഹം സന്ദർശനം നടത്തിയിട്ടുണ്ട്. ആദ്യത്തെ തവണ 1920-ലാണ്. അപ്പോൾ അത് ഹിന്ദു മുസ്ലിം ഐക്യം വേണം, ഇതാണ് ഗാന്ധി പറഞ്ഞിട്ടുള്ളത്. കോഴിക്കോട് കടപ്പുറത്ത് നടത്തിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രസംഗമുണ്ട്. കൂടെ ഉണ്ടായിരുന്നത് മൗലാന ഷൗക്കത്ത് അലി എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാരെ ഇന്ത്യയിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി രാജ്യത്തിലെ എല്ലാ മതജാതി വിഭാഗങ്ങളും ഒന്നിക്കണം. അതിൻ്റെ ആദ്യത്തെ ഉപാധി, ആദ്യത്തെ കണ്ടീഷൻ ഹിന്ദു മുസ്ലിം യൂണിറ്റിയാണ്. അപ്പോൾ ഖിലാഫത്ത് പ്രസ്ഥാനത്തിലൂടെ മുസ്ലിം വിഭാഗത്തെ അണിനിരത്താൻ ശ്രമിച്ചു. അതിൽ നല്ല റിസൾട്ട് ഉണ്ടായി. രണ്ടാമത്തെ തവണ വരുന്നത് 1925-ലാണ്. അപ്പോൾ 25-ൽ അദ്ദേഹം വരുന്നത് ഈ 1924 തൊട്ട് തലേ കൊല്ലം ആരംഭിച്ചിട്ടുള്ള വൈക്കം ക്ഷേത്ര സമരത്തിൻ്റെ പശ്ചാത്തലത്തിലാണ്. എന്തിനാ വൈക്കം ക്ഷേത്ര സമരം? വഴി നടക്കാൻ സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം അയിത്തജാതിക്കാർക്കില്ല. ജാതി ഐത്തം ഈ കേരളത്തിൽ സമൂഹത്തിൽ ശക്തമായിട്ടുണ്ടായിരുന്നല്ലോ. ഒരു 100 കൊല്ലം മുമ്പ് എന്തായിരുന്നു ഈ സമൂഹത്തിൻ്റെ അവസ്ഥ എന്ന് ഈ ലിബറൽ ചിന്താഗതിക്കാരായിട്ടുള്ള ആളുകൾ ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ അവർക്ക് മനസ്സിലാവും സ്വത്വബോധം എങ്ങനെയാണ് രൂപപ്പെട്ടത്. അന്ന് സ്വത്തുണ്ട്. എങ്ങനെയാണ്? ജാതി സ്വത്വം. അയിത്തജാതിക്കാരെ വേർതിരിച്ച് നിർത്തുന്ന ഈ അന്നത്തെ സനാതന ധർമ്മവാദികളുടെ കാഴ്ചപ്പാടുകളുണ്ട്. ഈ ജാതി വ്യത്യാസം എന്ന് പറഞ്ഞാൽ ജാതി അടിമത്തം തന്നെയാണ് കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത്. അടിമത്തം തന്നെ. ഈ അടിമ ജാതിയായിരുന്നു ആര്? നായാടി. പക്ഷേ ഈ 2026 നായാടിയുടെ ബോധ്യം എന്താ? അന്നത്തെ നായാടിയുടെ അവസ്ഥ എന്താണ്? അത് നമ്മളൊന്ന് മനസ്സിലാക്കണ്ടേ. അപ്പോൾ ഗാന്ധിജിയുടെ കാര്യമാണല്ലോ ഞാനിവിടെ പറഞ്ഞത്. അപ്പോൾ ഗാന്ധിജി 1927 പാലക്കാട് ഒരു വീട്ടിൽ അദ്ദേഹം വിശ്രമിക്കുകയാണ്. അപ്പോൾ പുലർച്ചെ ഒരു ശബ്ദം കേൾക്കുന്നു. അപ്പോൾ കൂടെ ഉണ്ടായിരുന്നത് രാജഗോപാലാചാരി, രാജാജി എന്ന് ചുരുക്കപ്പേര്. അപ്പോൾ രാജാജി ചോദിച്ചു, മഹാത്മജി എന്തെങ്കിലും ശബ്ദം കേട്ടോ? അപ്പോൾ ഗാന്ധിജി പറഞ്ഞു, ഞാനും കേട്ടു. എന്താണെന്ന് മനസ്സിലായോ? അതെന്താണെന്ന് ചോദിച്ചു ഗാന്ധിജി. അപ്പോൾ പറഞ്ഞു, അത് നായാടി ഭിക്ഷ യാചിക്കുന്ന ശബ്ദമാണ്. കാരണം നായാടി ദൃഷ്ടിയിൽപ്പെട്ടാൽ പോലും ദോഷമുള്ളവനാണ്. പിന്നെയോ മലയനും പുലയനും. അത് ആ പട്ടികജാതി വിഭാഗങ്ങൾ നമ്പൂതിരിയിൽ നിന്ന് ഇത്രയടി ദൂരം നിൽക്കേണ്ടവരാണ്. അല്ലെങ്കിൽ എന്ത് വരും? അയിത്തം വരും. അശുദ്ധം മാറണമെങ്കിലോ ആ സകലം മുങ്ങിക്കുളിക്കണമെന്നാണ്. ഇപ്പോൾ സംസാരിക്കുന്ന നമ്മൾ പാട്യം പഞ്ചായത്തിൽ ഇരുന്നു കൊണ്ടാണ്. പാട്യത്താണ് വാഗ്ഭടാനന്ദൻ്റെ ജന്മദേശം. അതാണ് വാഗ്ഭടാനന്ദൻ അന്നത്തെ ഈ ജാതി ഐത്തത്തിൻ്റെ പരിഹാസ്യതയെ സംബന്ധിച്ചൊരു ശ്ലോകത്തിലൂടെ പറഞ്ഞു വെക്കുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞത്, ഒരു ശുനകൻ്റെ മലഞ്ച വെട്ടിയാൽ അനഘമാ സ്ഥലം കഴുകിയാൽ മതി, മനുഷ്യരാം നാം ഒട്ടടുത്ത് പോയാൽ അനന്തം മുങ്ങണം കുളിക്കണം പോലും. സംഗതി മനസ്സിലായല്ലോ? ഒരു ശുനകൻ്റെ മലഞ്ച വെട്ടിപ്പോയി കഴിഞ്ഞാൽ മലമ്പുരൻ്റെ കാലിൻ്റെ ഭാഗം കഴുകിയാൽ ശുദ്ധമായി. പക്ഷേ ഈ തീണ്ടാപ്പാട് അകലം കാണാൻ പറ്റാത്തവർ കണ്ടു കഴിഞ്ഞാൽ അശുദ്ധമാകും, മുങ്ങിക്കുളിക്കണം. അകലം ലംഘിച്ചു കഴിഞ്ഞാൽ മുങ്ങിക്കുളിക്കണം. ഈ നിലക്കുള്ള ജാതി ഐത്തം നിലനിന്നിട്ടുള്ള സമൂഹത്തിൽ അന്നത്തെ ജാതി അടിമ
ഈ നായാടി എന്ന് പറഞ്ഞാൽ ശരി അടിമയാണ്. മഹാത്മാഗാന്ധി പിന്നീട് 1934 അദ്ദേഹം കോഴിക്കോട് വരുന്നുണ്ട്. ആദിദ്രാവിഡരുടെ ഒരു സമ്മേളനത്തിൽ പങ്കെടുക്കാനാണ്. ആദിദ്രാവിഡരെന്ന് പറഞ്ഞാൽ ഈ നായാടികളാണ്. അപ്പോൾ ആ സമ്മേളനത്തിൽ മഹാത്മജിയെ സ്വാഗതം ചെയ്തുകൊണ്ട് ഒരാൾ പറഞ്ഞിട്ടുള്ളത്, മഹാത്മജി ഞങ്ങളിൽപ്പെട്ട ചിലരെ ഇപ്പോഴും ക്രയവിക്രയം ചെയ്തു വരുന്നുണ്ട് എന്നതാണ്. നോക്കണം, 100 കൊല്ലമായിട്ടില്ല, മനസ്സിലായില്ലേ? 100 കൊല്ലം പോലും ആയിട്ടില്ല. അതിനിടയിൽ നടന്ന സംഭവമാണിത്. അപ്പോൾ മഹാത്മാഗാന്ധി ഈ ജാതീയതയുടെ ക്രൂരത കണ്ടിട്ട് അനുഭവപ്പെട്ടിട്ട് വല്ലാതെ അമ്പരന്നു. അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളിലൊക്കെ ഇത് പറയുന്നുണ്ട്. ഞാനൊരു നായാടിയെ കാണാൻ ശ്രമിച്ചു, ഞാൻ കൈമാടി വിളിച്ചു, വന്നില്ല. കാരണം നായാടിയുടെ അഹംബോധം എന്താണ്? ഞാൻ ഇത്തരം ഒരു ജാതിയിൽ വ്യത്യസ്തനായിട്ടുള്ള ഒരാളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ പാടില്ല, ഇങ്ങനൊരു അഹംബോധമാണ്. ഞാൻ അയിത്തജാതിയാണ്. ഇന്നിപ്പോൾ അതിലൊക്കെ മാറ്റം വന്നു. നവോത്ഥാന പ്രസ്ഥാനങ്ങൾ പരിശ്രമിച്ചു, ജാതിക്കതീതമായിട്ടുള്ള സാമൂഹ്യ ബോധം വന്നു, സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനം വന്നു. അതിൽ ഹിന്ദു മുസ്ലിം യൂണിറ്റി, ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ എല്ലാവരും യോജിച്ചുകൊണ്ട് സാമ്രാജ്യത്വത്തെ പുറത്താക്കി. ഇന്ത്യക്ക് ദേശീയ സ്വാതന്ത്ര്യം കിട്ടി. നമ്മൾ ഭരണഘടനയിൽ തന്നെ ജാതി അയിത്തം അത് ശിക്ഷാർഹമായിട്ടുള്ള കുറ്റമായി പ്രഖ്യാപിച്ചു. ഭരണഘടനയിൽ തന്നെ, നിയമത്തിലല്ല. വലിയ മാറ്റം ഉണ്ടായി. അപ്പോൾ അന്നത്തെ അടിമ സമാനമായ ജീവിതം നയിച്ചിട്ടുള്ള ഇന്നത്തെ നായാടിക്ക് 2026 തോന്നുന്നത് എന്താ? പ്രതീക്ഷ പറഞ്ഞ പോലെ ഞാൻ ഹിന്ദുവായിട്ട് ശക്തിപ്പെടുകയാണ്. മനസ്സിലായില്ലേ? ഞാൻ ഹിന്ദുവായിട്ട് ശക്തിപ്പെടുകയാണ് ഞാൻ ചെയ്യുന്നത്. മലയനും പൊലയനും തോന്നുന്നു ഞാൻ ഹിന്ദുവായിട്ട് വളർന്നിരിക്കുകയാണ്. ഈഴവനും തീയനും തോന്നുന്നത് ഞാൻ വലിയൊരു പ്രസ്ഥാനത്തിൻ്റെ, ഹൈന്ദവ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി മാറുകയാണ്, ഞാനും ശക്തിപ്പെടുകയാണ്. നമ്പൂതിരിക്ക് തോന്നുന്നു. കേരളത്തിൽ നമ്പൂതിരി സമുദായത്തിലും സമുദായ സംഘടന ഉണ്ടായിട്ടുണ്ട്, പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയാണല്ലോ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് വരുന്നത്. മനസ്സിലായില്ലേ? യോഗക്ഷേമ സഭയൊക്കെ അക്കാലത്ത് നമ്പൂതിരി സമുദായത്തിലും ഉള്ള അനാചാരങ്ങളെ തിരുത്തുന്നതിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഒരു സമൂഹത്തിൽ നമ്പൂതിരിക്ക് തോന്നുക ഞാൻ എണ്ണത്തിൽ കുറവാണ്, നമ്പൂതിരി സമുദായം ബ്രാഹ്മണന്മാർ, അപ്പോൾ ഹിന്ദുവായിട്ട് ഞാൻ ശക്തിപ്പെടുകയല്ലേ വേണ്ടത് എന്ന തോന്നൽ അവർക്കുണ്ടാകുക. ഇതാണ് സ്വത്വബോധം. യഥാർത്ഥത്തിൽ ആ സ്വത്വബോധം സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്, യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ വിവാഹം ഇങ്ങനെയാണല്ലോ, ഈ ജാതി നിലനിന്നിരുന്നത് വിവാഹം ഇതുപോലെയുള്ള കാര്യത്തിലാണ്. അതുപോലെ തന്നെ മരണം, ഇതുപോലെയുള്ള ചടങ്ങുകളൊക്കെ ജാതീയമായിട്ടുള്ള നിലയിൽ ഇപ്പോഴും തുറന്നു വരുന്നുണ്ട്. അപ്പോൾ സ്വത്വബോധം ഉണ്ട് സമൂഹത്തിൽ. എന്നാൽ ആ സ്വത്വബോധം രാഷ്ട്രീയമായിട്ട് പരിവർത്തിപ്പിച്ച് രാഷ്ട്രീയ അധികാരം നിലനിർത്താൻ അല്ലെങ്കിൽ കസേര നേടാൻ വേണ്ടിയുള്ള ശ്രമമായിട്ടാണ് രാഷ്ട്രീയ പ്രശ്നങ്ങൾ വരുന്നത്. അപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരുടെ വീക്ഷണത്തിൽ സ്വത്വബോധം സമൂഹത്തിലുണ്ട്, അതുപോലെ തന്നെ സ്വത്വപരമായ പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ ഒരു പട്ടികജാതി ഉന്നതി, അവിടത്തേക്ക് റോഡ് വേണം. അതുപോലെ തന്നെ ജാതി പേര് വിളിച്ചിട്ട് അധിക്ഷേപിക്കുന്നു ചിലർ. അപ്പോൾ ഇപ്പോൾ ഈഴവ അടക്കമുള്ള OBC വിഭാഗങ്ങൾക്ക് മതിയായ പ്രാതിനിധ്യമുണ്ടോ? സംവരണ പ്രകാരമുള്ള പ്രാതിനിധ്യം സർക്കാർ സർവീസിലുണ്ടോ? ഇതാണ് നരേന്ദ്ര കമ്മീഷൻ പരിശോധിച്ചത്. അതിൽ അന്ന് കണ്ടെത്തിയത് പട്ടികജാതി വിഭാഗങ്ങൾക്ക്, പട്ടികവർഗ വിഭാഗങ്ങൾക്ക് ചില പ്രാതിനിധ്യ കുറവുണ്ട്. ഇത് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ അവ പരിഹരിക്കപ്പെടുന്നുണ്ട്. ഇതുപോലെയുള്ള സ്വത്ത് പ്രശ്നങ്ങളുണ്ട്. ആ സ്വത്ത് പ്രശ്നങ്ങളിൽ കമ്മ്യൂണിസ്റ്റുകാർ ഇടപെടണം. എന്നാൽ അതിനെ അടിസ്ഥാനപ്പെടുത്തി സ്വത്ത് രാഷ്ട്രീയം അത് വലതുപക്ഷവൽക്കരണത്തെയാണ് ശക്തിപ്പെടുത്തുക. എന്താണ് ഈ വലതുപക്ഷം എന്ന് പറഞ്ഞാൽ? വലതുപക്ഷം എന്ന് പറഞ്ഞാൽ കോർപ്പറേറ്റ് ധനമൂലധന ശക്തികളുടെ കാവൽ ഭടന്മാരാണ്. ഇതാ വലതുപക്ഷം. ഇത് വളരെ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ഇപ്പം നമ്മൾ ഈ പറയാറുണ്ട് വലതുപക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഈ ഇപ്പം ഹിന്ദുത്വം, ഇപ്പം ജനറലി ലിബറൽ ഓഡിയൻസ് മനസ്സിലാക്കി വെച്ചാൽ വലതുപക്ഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രാമൻ്റെ കുറേ കാര്യങ്ങൾ പറയുക, ജയ് ശ്രീറാം വിളിക്കുക എന്നത് മാത്രമാണ് എന്നുള്ള രീതിയിൽ പറയാം. പക്ഷേ വലതുപക്ഷം എന്ന് വെച്ചാൽ ഈ സാമ്പത്തികപരമായിട്ട് തന്നെ സമൂഹത്തിൻ്റെ സാമ്പത്തിക ഘടനയിൽ തന്നെ ഒരു വലിയൊരു വിഭാഗം ആളുകൾ എല്ലാ സ്വത്തുക്കളും എടുക്കുന്നതും കൂടി വലതുപക്ഷമാണ് എന്ന് പറയുമ്പോൾ അത് അവർ അംഗീകരിക്കാറില്ല. അത് ഈ സ്വത്ത് രാഷ്ട്രീയം പറയുന്ന ആളുകൾ പോലും അംഗീകരിക്കാറില്ല. കാരണം ഇപ്പം തന്നെ കുറേ സ്വത്ത് പ്രശ്നങ്ങൾ പറഞ്ഞല്ലോ. അപ്പം അതിന് പരിഹാരമായിട്ട് നമ്മുടെ ചാനലിലൊക്കെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ നമ്മൾ പറയാറുണ്ട്, നോക്കൂ നിങ്ങളിപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഓരോ സ്വത്തങ്ങളിൽ നിന്നുള്ള ആളുകളെ എല്ലാവരെയും മുതലാളിമാരാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സമൂഹം രക്ഷപ്പെടും എന്നുള്ള രീതിയിലാണ് നിങ്ങൾ പറഞ്ഞു വയ്ക്കുന്നത്. അതായത് ഇവർ പറയുന്നത് ഓക്കെ, ഇപ്പം ലുലു മോളിൻ്റെ മുതലാളി ഒരു ദളിതൻ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ
ഒരു ദളിതൻ രക്ഷപ്പെട്ടുള്ളൂ. അങ്ങനെ സമൂഹത്തിൽ നിന്ന് ഇങ്ങനെ ദളിതരായിട്ടുള്ള ആളുകൾ ഇങ്ങനെ ബിസിനസ് ഓണേഴ്സ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ സമൂഹത്തിൻ്റെ പ്രശ്നം മാറും എന്നൊക്കെ ഉള്ള രീതിയിൽ അവർ സംസാരിക്കണം. അപ്പോൾ നമ്മൾ പറയും ഇപ്പോൾ അങ്ങനെ ഒരാളായെന്ന് തന്നെ വിചാരിച്ചു. ഇപ്പോൾ ഒരാളൊരു വലിയൊരു മുതലാളി ആയെന്ന് വിചാരിച്ചു. എന്നാലും അയാളുടെ കമ്പനിയിൽ ഏറ്റവും വില കുറഞ്ഞ അല്ലെങ്കിൽ ഏറ്റവും ശമ്പളം കുറഞ്ഞ ജോലി ചെയ്യാൻ ചിലപ്പോൾ വിധിക്കപ്പെടുന്നതും ദളിതൻ തന്നെ ആയിരിക്കും. അവൻ്റെ ആ കമ്പനിയിലും ക്ലീനിങ്ങും അങ്ങനെയുള്ള വളരെ തട്ടിൽ നമ്മുടെ സമൂഹം കാണുന്ന രീതിയിലുള്ള ജോലികൾ കൊണ്ടുവരിക ഈ ദളിതർ. കാരണം ഈ വ്യവസ്ഥ എന്ന് പറയുന്നത് ലാഭത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ലാഭത്തിൻ്റെ അടിസ്ഥാനത്തിൽ വ്യവസ്ഥ ആയതുകൊണ്ട് തന്നെ ഇവർക്ക് തന്നെ ആയിരിക്കും ഈ പണി ചെയ്യാൻ ഇവർ വിധിക്കപ്പെടുക. അപ്പോൾ അതുകൊണ്ട് ഈ സ്വത്വ രാഷ്ട്രീയം പറഞ്ഞ് ഓരോ ആളുകളെ നമുക്ക് ബിസിനസ് മാൻ ആക്കാം, അങ്ങനെ സമൂഹത്തെ രക്ഷപ്പെടുത്താൻ നിങ്ങൾ കരുതരുത് എന്ന് പറയുന്നുണ്ട്. പക്ഷെ അവരത് അംഗീകരിക്കാറില്ല. അപ്പോൾ അവരോട് എന്താണ് പറയാനുള്ളത്? അതായത് പ്രതീക്ഷ പറഞ്ഞ പോയിന്റ് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. അതായത് നിങ്ങൾ നോക്കൂ, രാജ്യത്തിലെ മുഖ്യ വലതുപക്ഷം ഇന്നാരാ? BJP. അത് കഴിഞ്ഞാൽ ആരാ? കോൺഗ്രസ്, അല്ലേ? ഈ രണ്ട് വലതുപക്ഷ ശക്തികൾക്കും രാജ്യത്തിലെ കോർപ്പറേറ്റുകൾ നൽകുന്ന സഹായം, പിന്തുണ, അത് വളരെ പ്രധാനമാണ്. രാഷ്ട്രീയ രംഗം പരിശോധിച്ചാൽ ഇപ്പോൾ ഇലക്ട്രൽ ബോണ്ട് തെരഞ്ഞെടുപ്പിൽ കോർപ്പറേറ്റുകൾക്ക്, രാഷ്ട്രീയ പാർട്ടികൾക്ക് ഫണ്ട് കൊടുക്കാം, ബോണ്ട് എടുത്താൽ മതി. അപ്പോൾ ആ ബോണ്ട് എടുത്തിട്ട് ഏത് പാർട്ടിക്ക് എത്ര തുകയാണ് ഈ കോർപ്പറേറ്റ് നൽകിയത് എന്ന യാതൊരു കണക്കും ഉണ്ടായിരുന്നില്ല. അതിനെതിരായിട്ടാണ് CPM ജനറൽ സെക്രട്ടറി ആയിരുന്ന സഖാവ് സീതാറാം യെച്ചൂരി സുപ്രീം കോടതിയിൽ ഹർജി നൽകിയത്. സുപ്രീം കോടതി പരിശോധിച്ചിട്ട് വിധി പറഞ്ഞല്ലോ, ജനാധിപത്യ വ്യവസ്ഥയിൽ എല്ലാം സുതാര്യമായിരിക്കണം, അതുകൊണ്ട് ഏതൊക്കെ കോർപ്പറേറ്റുകൾ, ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഫണ്ട് കൊടുത്തു എന്നത് വെളിപ്പെടുത്തേണ്ടി വന്നല്ലോ. ആ വെളിപ്പെടുത്തലൂടെ നമുക്ക് മനസ്സിലായത് എന്താ? ഏറ്റവും കൂടുതൽ പണം കിട്ടുന്ന പാർട്ടി BJP ആണ്. BJPയുടെ സവിശേഷത എന്താണ്? അത് RSSനാൽ നിയന്ത്രിക്കപ്പെടുന്ന രാഷ്ട്രീയ പാർട്ടിയാണ്. RSS മുന്നോട്ട് വെക്കുന്നത് എന്താണ്? സ്വത്വ രാഷ്ട്രീയം, ഹിന്ദുത്വ രാഷ്ട്രീയം. ഇപ്പുറത്ത് കോൺഗ്രസ് ആണെങ്കിൽ അവർ ഈ ജാതിമത സ്വത്വ രാഷ്ട്രീയത്തെ നേരിട്ട് പ്രോത്സാഹിപ്പിക്കുന്നില്ല, പരോക്ഷമായിട്ടാണ്. മതനിരപേക്ഷതയ്ക്ക് വേണ്ടിയിട്ട് അവർ പറയുന്നുണ്ട്. പക്ഷേ ഇന്ത്യൻ കോർപ്പറേറ്റുകൾ BJP കഴിഞ്ഞാൽ ഇഷ്ടപ്പെടുന്ന രാഷ്ട്രീയ പാർട്ടി ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസ് ആണ്. നിങ്ങൾ ഈ 2026 തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷമുള്ള ഈ കേരളത്തിലെ സതീശൻ മുഖ്യമന്ത്രി എന്ന നിലക്ക് നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ ഈ കേരളത്തിൽ കോർപ്പറേറ്റുകളുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് സതീശൻ പ്രവർത്തിക്കുന്നതെന്ന് കൃത്യമായിട്ട് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് മുമ്പേ അദ്ദേഹം ചാർട്ടേഡ് വിമാനത്തിൽ മംഗലാപുരത്ത് പോകുന്നു. ഇതിനു വേണ്ടിയിട്ടാണ് അദാനി ഗ്രൂപ്പുമായിട്ട് കൂടിയാലോചന നടത്താനാണ്. അത് വിളിക്ക് വന്നല്ലോ. അതിനെ തുടർന്ന് വരുന്നു എന്താണ്? വിഴിഞ്ഞം പോർട്ട്. യഥാർത്ഥത്തിൽ വിഴിഞ്ഞത്തെ അന്താരാഷ്ട്ര തുറമുഖത്തിൻ്റെ സാധ്യതകൾ അനന്തമാണ് എന്ന് തന്നെ പറയാം. അവിടെ അദാനി നിക്ഷേപിച്ചത് 3000 കോടി ഉറുപ്പികയുടെ താഴെ മാത്രമാണ്. പക്ഷേ അതിൻ്റെ 49% ഓഹരി മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കോർപ്പറേഷൻ എന്ന് പറയുന്ന അന്താരാഷ്ട്ര രംഗത്തുള്ള ഷിപ്പിംഗ് കമ്പനിക്ക് എത്രയാണ് ഓഹരി വിൽക്കുന്നത്? 49% ഓഹരി 13,000 കോടിക്കാണ് വിൽക്കുന്നത്. എന്ന് പറഞ്ഞാൽ കോർപ്പറേറ്റ് കൊള്ളക്ക് ഈ കേരളത്തെ വിധേയമാക്കുന്ന നടപടി സ്വീകരിക്കുന്നത് കേരളത്തിലെ വലതുപക്ഷത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. ഇതിനോടൊപ്പം കേരളത്തിലെ മുസ്ലിം ലീഗ് നിൽക്കുന്നു. എന്താ താല്പര്യം? ഇപ്പോൾ വഖഫിൻ്റെ വിഷയത്തിലൊക്കെ സതീശൻ വരച്ച വരക്കപ്പുറം പോകാൻ ലീഗ് തയ്യാറില്ലല്ലോ. പാണക്കാട് തങ്ങൾ തയ്യാറില്ലല്ലോ. ആത്മീയ നേതാവെന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ കച്ചവടത്തിൽ പാണക്കാട് തങ്ങളും കുഞ്ഞാലിക്കുട്ടിയെല്ലാം ഭാഗവാക്കാണ്. അതാണ് ഞാൻ ആരോപിക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ വലതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ നെടുംതൂണുകളായിട്ട് രാജ്യത്ത് നിൽക്കുന്നത് കോർപ്പറേറ്റുകളാണ്. ആ കോർപ്പറേറ്റ് ധനമൂലധന ശക്തികളുടെ താല്പര്യം സംരക്ഷിക്കുന്നതാണ് വലതുപക്ഷ രാഷ്ട്രീയം. മറ്റത് വെറും മുഖം മൂടിയാണ്. ഏത്? ഞാൻ ഹിന്ദുത്വ രാഷ്ട്രീയമാണ് എന്ന് പറയുന്നത് അത് ജനങ്ങളെ വഞ്ചിക്കാൻ വേണ്ടി മാത്രമാണ്. ഇപ്പുറത്ത് മുസ്ലിം ഏകീകരണം, ലീഗ് പറയുന്ന മുസ്ലിം ഏകീകരണമാണല്ലോ. മുസ്ലിം ഏകീകരണം അതും ഒരു സ്വത്വമാണല്ലോ. ഹിന്ദുത്വ രാഷ്ട്രീയം ഒരു സ്വത്വ രാഷ്ട്രീയമാണ്. മുസ്ലിം ഏകീകരണത്തിൻ്റെ കാഴ്ചപ്പാടും ഒരു സ്വത്വ രാഷ്ട്രീയമാണ്. അതിൽ ജമാഅത്തെ ഇസ്ലാമി അടക്കം നിൽക്കുകയാണ്. ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത് ഇന്ത്യൻ മതനിരപേക്ഷത അംഗീകരിക്കാത്ത മൗദൂദിയുടെ സിദ്ധാന്തങ്ങളെ പിന്തുടർന്നവരാണ്. അപ്പോൾ അതുകൊണ്ട് സ്വത്വ രാഷ്ട്രീയം രാജ്യത്തിലെ ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് അപകടകരമാണ്. കാരണം ഈ സ്വത്വ രാഷ്ട്രീയത്തിന്, വലതുപക്ഷവൽക്കരണത്തിന് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ പ്രോത്സാഹനം നിർവഹിച്ചാൽ അതിൻ്റെ ഫലം എന്തായിരിക്കും? ജനാധിപത്യം പണാധിപത്യമായി മാറും. അതാണ് ഗവൺമെൻറ് എന്ത് തീരുമാനിക്കണം എന്ന് കോർപ്പറേറ്റുകൾ കൽപ്പിക്കുന്നതിലേക്ക് എത്തും. അതാണ് വലതുപക്ഷവൽക്കരണത്തിൻ്റെ അപകടം. അത് ഈ കേരളത്തിലെ ലിബറലായിട്ടുള്ള ആളുകൾ
മനസ്സിലാക്കണം എന്നാണ് എനിക്ക് പറയാൻ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ചാനലിലും ഇങ്ങനെ ഈ നിരീശ്വരവാദ ഒക്കെ പറഞ്ഞിട്ട് നമ്മളും കൂടുതൽ ആദ്യം നമ്മുടെ വീഡിയോകളിലും നമ്മുടെ ഫീഡുകളിലും ഇൻസ്റ്റാഗ്രാമും അങ്ങനെയൊക്കെ തുറക്കുമ്പോൾ വരുന്നത് ഈ സ്വത്ത് രാഷ്ട്രീയം പറയുന്ന ഇൻ്റലക്ച്വൽസ് ആണ്. അപ്പോൾ അവർ മുമ്പോട്ട് വയ്ക്കുന്നത് നമ്മൾ ഇതാണ് ചെയ്യേണ്ടത് എന്ന് തന്നെയാണ്. ഇപ്പം നമ്മൾ ഓരോരോ സ്വത്തമായിട്ട് എടുത്തിട്ട് നമ്മളൊരു വോട്ട് ബാങ്കായിട്ട് മാറണം. എന്നിട്ട് നമ്മൾ ഓരോരോ സർക്കാരുമായിട്ട് നമ്മുടെ ബാർഗെയിനിങ് പവർ വെച്ചിട്ട് നമ്മളിങ്ങനെ ചോദിക്കണം, ഞങ്ങൾക്കിത് വേണം, ഞങ്ങൾക്കിത് വേണം എന്ന് ചോദിക്കണം. അതാണ് ജനാധിപത്യത്തിൻ്റെ ശക്തി അല്ലെങ്കിൽ ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യം എന്ന് അവർ എഴുതുന്നതും അത് ഭയങ്കരമായിട്ട് കുട്ടിഘോഷിക്കപ്പെടുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്. ഇവരെല്ലാം തന്നെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് വിരുദ്ധമാണ്. ഹിന്ദുത്വ ഒരു മോശം സംഭവമാണ് എന്ന കാര്യത്തിൽ അവർക്ക് കൃത്യമായ ബോധ്യമുണ്ട്. ബി.ജെ.പി മോശമാണ്, ബി.ജെ.പി ഫാഷിസ്റ്റാണ്, ഇങ്ങനെയുള്ള എല്ലാ അഭിപ്രായങ്ങളും അവർ പറയുന്നുണ്ട്. അവർ വേണമെങ്കിൽ ഈ ഐതിഹ്യങ്ങളിലെ ഓരോ ധാർമ്മിക പ്രശ്നങ്ങളൊക്കെ അവർ ഇടുന്നത്. പക്ഷേ ഈ ഒരു കാര്യം, അതായത് നമ്മൾ സ്വത്വപരമായിട്ട് നിന്നിട്ട് ഓരോ സർക്കാരിൽ നിന്നും നമ്മളിങ്ങനെ ഓരോ ഒരു വോട്ട് ബാങ്കായിട്ട് നിന്നിട്ട് ഇങ്ങനെ അവരെ ഭീഷണിപ്പെടുത്തി ഓരോരോ കാര്യങ്ങൾ നമ്മൾ നേടിയെടുക്കണം. ഇത് ഇവഞ്ച്വലി ഇത് ഗുണം ചെയ്യുന്നത് ബി.ജെ.പിക്ക് തന്നെയാണ് എന്നൊരു ബോധം അവർക്ക് കിട്ടുന്നില്ല. നമ്മൾ അവരുമായിട്ട് സംവദിക്കാൻ ശ്രമിക്കുമ്പോൾ അവർ പറയുന്നത് നിങ്ങൾ സ്വത്ത പ്രശ്നങ്ങളെ മനസ്സിലാക്കുന്നു, നോക്കൂ നിങ്ങളുടെ സർക്കാർ അങ്ങനെ ചെയ്തില്ല, ഇങ്ങനെ ചെയ്തില്ല, എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം പറയും. ഇപ്പം നിങ്ങൾ അവരെ വിളിച്ചപ്പോൾ ഇവരെ വിളിച്ചില്ല, ഈ വേദിയിൽ നിങ്ങൾ അവരെ കണ്ടില്ല, അല്ലെങ്കിൽ നിങ്ങൾ ഒരു മന്ത്രിസഭ ഉണ്ടാകുമ്പോൾ ഇത്ര പേർക്ക് ഇത്ര പ്രാതിനിധ്യം കൊടുക്കുന്നതുകൊണ്ട് ഞങ്ങൾ നിങ്ങൾ കേൾക്കുന്നില്ല എന്നുള്ള രീതിയിൽ അവർ അങ്ങനെയാണ് അവർ കൗണ്ടർ ചെയ്യുന്നത്. അപ്പോൾ അത്തരം ചർച്ചകൾ സഖാവ് ശ്രദ്ധിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ പറയുന്നത്, ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ധർമ്മേന്ദ്ര പ്രധാന് രാജിവെക്കേണ്ടി വന്ന ആ ജൻസി പ്രക്ഷോഭമില്ലേ, അതെ. ആ ജൻസി പ്രക്ഷോഭത്തിൻ്റെ മുൻനിരയിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ, ലിബറൽ വാദികളായിട്ടുള്ള ആളുകൾ കൃത്യമായിട്ട് അവരെ തിരിച്ചറിയണം. അവിടെ ഈ ജാതിമത സ്വത്വം പ്രകടിപ്പിച്ചിട്ടില്ലല്ലോ. ഇന്ത്യയിലെ പുതിയ തലമുറ ജൻസി എന്ന് വിളിക്കപ്പെടുന്ന വിഭാഗം ജാതിയോ മതമോ വ്യത്യാസം കൂടാതെ എല്ലാവരും ഒന്നിച്ചുകൊണ്ട് ഈ ഹിന്ദുത്വ രാഷ്ട്രീയം പ്രാവർത്തികമാക്കി അധികാര കസേരയിൽ തുടരുന്ന ബി.ജെ.പി ഗവൺമെൻറ്റിന് അവർക്കിടെ മുമ്പിൽ മുട്ടുമടക്കേണ്ടി വന്നല്ലോ. അതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. അതെന്തുകൊണ്ടാണ്? മൂർത്തമായ പ്രശ്നങ്ങളാണ്. മൂർത്തമായ പ്രശ്നം എന്താ? യഥാർത്ഥത്തിൽ ഈ ചോദ്യപേപ്പർ ചോർച്ചയുടെ പിന്നിലുള്ള സാമ്പത്തികമായിട്ട് താല്പര്യം എന്താ സാമ്പത്തിക താല്പര്യം? ഈ സ്വകാര്യ വിദ്യാഭ്യാസ കച്ചവടക്കാർ ഈ മേഖലയിലുണ്ട്. അവരുടെ സ്വാധീനത്തിൻ്റെ ഫലമായിട്ടാണല്ലോ ഈ ചോദ്യപേപ്പർ ചോർത്തിയെടുക്കുന്നതും ചിലർക്ക് കൊടുക്കുന്നതും അവരെ വിജയിപ്പിക്കുന്നതും. ഇവിടെ ഉറക്കൊഴിഞ്ഞ് പഠിച്ച വിദ്യാർത്ഥികൾ താൻ എഴുതിയതുപോലെ തനിക്ക് മാർക്ക് കിട്ടിയില്ല എന്ന് കരുതിയിട്ട് തോറ്റുപോയതിൻ്റെ അടിസ്ഥാനത്തിൽ ആത്മഹത്യ ചെയ്തല്ലോ കുട്ടികൾ. അപ്പോൾ അതൊരു മൂർത്തമായ ഒരു പ്രശ്നമാണ്. വിദ്യാഭ്യാസ രംഗത്ത് വളർന്നു വന്നിട്ടുള്ള കച്ചവടവൽക്കരണത്തിൻ്റെ മൂലധന ശക്തികളുടെ ഇടപെടലിൻ്റെ ഒരു പ്രശ്നമാണ് ഈ ആത്മഹത്യയിലേക്ക് നയിച്ചത്. ആ പ്രശ്നം ഈ ലിബറൽ വാദികളായിട്ടുള്ള ആളുകൾ സ്വത്വ രാഷ്ട്രീയം ആണ് ശരി, ഞങ്ങൾക്ക് ബാർഗെയിനിങ് പവറാണ് കിട്ടുക എന്ന് പറയുന്ന ആളുകൾ ഈ ജൻസിയുടെ പ്രക്ഷോഭത്തെ എങ്ങനെയാണ് കാണുന്നത്? അത് യഥാർത്ഥത്തിൽ എല്ലാവരെയും പഠിപ്പിക്കേണ്ട ഒരു പാഠം അതിലുണ്ട്. അതായത് ജാതിക്കും മതത്തിനും അതീതമായി മൂർത്തമായ ജീവിത പ്രശ്നങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഭാവി ഇന്ത്യ രൂപപ്പെടേണ്ടത്. ഇപ്പോൾ ഇതിനടിയിലുള്ള പ്രശ്നം എന്താ? രൂക്ഷമായ തൊഴിലില്ലായ്മയാണ്. അഭ്യസ്തവിദ്യരായിട്ടുള്ള തൊഴിലില്ലായ്മ. ആ തൊഴിലില്ലാത്തവരെ പറ്റി ഇന്ത്യയിലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് വേറൊരു കേസിൻ്റെ അവസരത്തിൽ ഒരു കമൻറ്റ് പാസ്സാക്കിയതാണല്ലോ ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ആവിർഭാവത്തിനിടയാക്കിയത്. അപ്പോൾ തൊഴിലില്ലായ്മ ഇത് വലിയ പ്രശ്നമാണ്. കാരണം രാജ്യത്ത് അഭ്യസ്തവിദ്യരുടെ എണ്ണം പെരുകിക്കൊണ്ടിരിക്കുകയാണ്. അഭ്യസ്തവിദ്യരുടെ എണ്ണം പെരുകിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഫലമായിട്ടോ ഒരു റിവേഴ്സ് കുടിയേറ്റം. അതാണ് കുടിയേറ്റങ്ങൾ ആണല്ലോ. ഇപ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന രാഷ്ട്രം രൂപപ്പെടുന്നത് തന്നെ കുടിയേറ്റങ്ങളിലൂടെയാണല്ലോ. ഓരോ ദേശീയ ജനവിഭാഗം കുടിയേറ്റങ്ങളിലൂടെയാണല്ലോ. അത് ആ കുടിയേറ്റത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വ്യത്യസ്ത കാലയളവിൽ വന്നവർ വ്യത്യസ്ത മതങ്ങളായിട്ട് മതവിശ്വാസികളായിട്ട് ഇപ്പോഴും തുടരുന്നത്. ഇപ്പോൾ റിവേഴ്സ് കുടിയേറ്റം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ജൻസി പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുത്തിട്ടുള്ള അഭിജിത്ത് ദീപ്കെ, അദ്ദേഹം എവിടുത്തെ വിദ്യാർത്ഥിയാണ്? US അമേരിക്കയിലെ വിദ്യാർത്ഥിയാണ്. ഇങ്ങനെ ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ പോയി പഠിച്ച് അഭ്യസ്തവിദ്യരായിട്ടൊരു പുതിയ തലമുറ വരുന്നു. ആ തലമുറയ്ക്ക് ഇവിടെ തൊഴിൽ കൊടുക്കാൻ കഴിയുന്നില്ല. അപ്പോൾ തൊഴിലില്ലായ്മ ഏറ്റവും രൂക്ഷമായിട്ടുള്ള പ്രശ്നം. ആ തൊഴിലില്ലായ്മ ഏതെങ്കിലും ജാതി വിഭാഗത്തിൻ്റെയോ മതവിഭാഗത്തിൻ്റെയോ മാത്രം പ്രശ്നമല്ലല്ലോ. അപ്പോൾ മൂർത്തമായ ജീവിത പ്രശ്നങ്ങളെ ആസ്പദമാക്കിയിട്ടുള്ള പ്രക്ഷോഭങ്ങളും സമരങ്ങളും വന്നാൽ ഈ സ്വത്വ രാഷ്ട്രീയക്കാരുടെ വാദങ്ങളൊക്കെ പൊളിഞ്ഞു പോകും. അപ്പോൾ മൂർത്തമായ ജീവിത പ്രശ്നങ്ങളിൽ ഇടപെടുക, ജനങ്ങളെ ആകെ ഒന്നിപ്പിക്കുക, ജനാധിപത്യത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി പൊരുതുക, ഭരണഘടനാ മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി പൊരുതുക, അതാണ് ആവശ്യമായിട്ടുള്ളത്. അത് അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ലിബറൽ വാദികളായിട്ടുള്ള ആളുകൾ മനസ്സിലാക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. ഇപ്പോൾ ഈ CJP പ്രൊട്ടസ്റ്റിനെ പറ്റി പറഞ്ഞല്ലോ. ഇപ്പോൾ ഞാൻ ചെറുപ്പത്തിൽ വളരുന്ന സമയത്ത് ഇപ്പോൾ എൻ്റെ
അമ്മമാരൊക്കെ കമ്മ്യൂണിസ്റ്റുകാരായിരുന്നു. ഉം. അപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരെന്ന് മാത്രമല്ല അവർ പല പല കേസുകളിൽ ഒളിവിലും ഒക്കെ പോയിട്ടുണ്ട്. ഇപ്പോൾ അവിടെ അമ്പലത്തിൽ ഒരു വിഗ്രഹം എടുത്ത് ഉടച്ച കേസൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ അമ്മാവൻ്റെ ഇടയ്ക്ക് ആ വിഗ്രഹമൊക്കെ എടുത്ത് ഉടച്ചു. അപ്പോൾ വിപ്ലവം വരാൻ വേണ്ടി ചെയ്താണെന്ന് അമ്മാവൻ പറയുന്നത്. അമ്മനോട് ചോദിച്ചാൽ പറയുന്നത് ആ. വിപ്ലവം വരാൻ വേണ്ടി ചെയ്താന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരുപാട് കേസുകളുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവം നടക്കുമ്പോൾ എൻ്റെ അമ്മ ഇങ്ങനെ ചെറുപ്പം തൊട്ട് പറയും, ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കമ്മ്യൂണിസത്തിൽ നിന്ന് മാറിയിരിക്കണം, കാരണം അത് ഫുൾ ഇങ്ങനെ സമരവും അക്രമവും ഒക്കെ മാത്രമേ അവർ ചെയ്തിട്ടുള്ളൂ, നീ കണ്ടില്ലേ എൻ്റെ അമ്മാവനെ കണ്ടില്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ പറയും. അപ്പോൾ ഈ പൊതു എന്താ പറയുക നറേറ്റീവ് അല്ലെങ്കിൽ പൊതു ആഖ്യാനം എന്ന് പറഞ്ഞാൽ എപ്പോഴും കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ സമരങ്ങളും കൊടി പിടിക്കലും മാത്രമാണ്. പക്ഷേ ഇന്ന് നമ്മൾ 2026 കാണുന്നത് ഈ വിദ്യാർത്ഥികൾ, ഇതേ കുടുംബത്തിൽ നിന്ന് വരുന്ന വിദ്യാർത്ഥികൾ കൊടി പിടിച്ചും സമരം ചെയ്തും ഹങ്കർ സ്ട്രൈക്ക് ചെയ്യുന്നു, മാത്രമല്ല രാഷ്ട്രപതാക എടുത്തിട്ട് അവർ സമരം ചെയ്യുന്നു. രാഷ്ട്രപതാക എടുത്തിട്ട് അവർ അവർ ഗാന്ധിയുടെ പടം ഉം. എടുത്ത് പിന്നെ കാണിക്കുന്നു, ഉം. അംബേദ്കറുടെ പടം എടുത്ത് ചെഗുവേരയുടെ കാണിക്കുന്നു, കാണിക്കുന്നു. ചെഗുവേരയുടെ പടം എടുത്ത് കാണിക്കുന്നു, ഉം. ഭഗത് സിംഗിന്റെ പടം എടുത്ത് കാണിക്കുന്നു. ഉം. അപ്പോൾ നമ്മുടെ ഈ പുതിയ തലമുറയെക്കുറിച്ച് ഞാനൊക്കെ പിന്നെ ധരിച്ചിരുന്നത് അവർ അരാഷ്ട്രീയവാദികളാണ്, ഉം. രാഷ്ട്രീയമില്ലാത്തവരാണ് ഉം. എന്നതാണ്. പക്ഷെ അവർ അങ്ങനെ മടിയന്മാരല്ല, ഉം. അവർ കൃത്യമായിട്ട് സൂക്ഷ്മമായിട്ട് പരിശോധിക്കുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. ഉം. അതിൻ്റെ പ്രതിഫലനമാണ് ഈ പ്രക്ഷോഭത്തിൽ കാണുന്നത്. അതെ, അരാഷ്ട്രീയവാദികളാണെന്ന് ഞങ്ങൾക്ക് തോന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, നമ്മുടെ ചാനൽ നമ്മളിങ്ങനെ നിരീശ്വരവാദമൊക്കെ പറഞ്ഞ് പെട്ടെന്ന് നമ്മളിങ്ങനെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിലേക്ക് പോകുമ്പോൾ ഈ നമ്മുടെ കുറച്ചിങ്ങനെ യങ് ഓഡിയൻസ് അവർ ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ അന്താരാഷ്ട്ര ചോദ്യങ്ങളാണ്. പിന്നെ അവർ ഈ ലോക്കൽ രാഷ്ട്രീയ കക്ഷികൾ അവർ ചോദിക്കുന്നത് സ്റ്റാലിൻ 1950 അല്ലെങ്കിൽ 1948 ഇങ്ങനെ ഒരു തീരുമാനം എടുത്തു, അത് ശരിയാണോ തെറ്റാണോ? മാവോ ചൈന ഇങ്ങനെ ഒരു തീരുമാനം എടുത്തു, അത് അപ്പോൾ ഇവർ ആ വിഷയങ്ങളിലൊക്കെ നമ്മളിങ്ങനെ പതുക്കെ മാർക്സിസ്റ്റ് ലെനിനിസം പഠിക്കുന്നേ ഉള്ളൂ. പക്ഷെ നമ്മുടെ ഓഡിയൻസിന് അത്തരം ചോദ്യങ്ങളാണ് താല്പര്യം. അപ്പോൾ അവർ നമ്മളെ പഠിപ്പിക്കത്തക്ക നിലയിൽ ഇന്റർനാഷണൽ കാര്യങ്ങൾ അവർക്ക് അപ്പോഴേ അറിയണം. അവർക്കുണ്ട്. അപ്പോഴേ അറിയണം. അപ്പോൾ നമ്മളോട് പറയാണ് നമ്മൾ കുറച്ചും കൂടെ ഫാസ്റ്റ് ആയിട്ട് പഠിക്കണം, കാരണം ഇവരുടെ ചോദ്യങ്ങൾ. ഞാൻ പിന്നെ ഈ പ്രക്ഷോഭത്തിനിടയിൽ ഒരു പെൺകുട്ടി നടത്തുന്ന ഒരു പ്രസംഗം കേട്ടു. ഉം. അതായത് ഈ പ്രക്ഷോഭം നടത്തുന്ന വിദ്യാർത്ഥികളെ ഭീകരന്മാരെന്ന് മുദ്രയടിക്കുന്നു, ഉം. ഉം. ഞങ്ങൾ ടെററിസ്റ്റുകളാണോ ഉം. എന്നുള്ള ചോദ്യം ചോദിക്കുന്നു. ഉം. ഞങ്ങൾ ആത്മഹത്യ ചെയ്ത കുട്ടികളുടെ വിഷയമാണ് ഉന്നയിക്കുന്നത്. ഉം. പിന്നെ ഞങ്ങളെ ആൻറ്റി നാഷണൽസ് ആയിട്ട്, ഉം. രാജ്യദ്രോഹികളായിട്ട് ചിത്രീകരിക്കുന്നു എന്ന് മാത്രമല്ല അമേരിക്കയുടെ പിന്നെ സാമ്രാജ്യത്വത്തിൻ്റെ പിണിയാളുകളായിട്ട് തങ്ങളെ ചിത്രീകരിക്കുന്നു, ഉം. ചൈനയുടെ ആളുകളായിട്ട് ചിത്രീകരിക്കുന്നു. ഉം. എന്നതിനൊക്കെ മറുപടി പറഞ്ഞുകൊണ്ട് ഒരു പെൺകുട്ടി നടത്തുന്ന ഒരു പ്രസംഗം വളരെയധികം ശ്രദ്ധിക്കപ്പെട്ട ഒരു പ്രസംഗമാണ്. കാരണം അവർ ചോദിക്കുന്നത് ഈ അമേരിക്കയിലെ ഗവൺമെൻറ് എത്ര ബാരൽ പിന്നെ ഈ ക്രൂഡ് ഓയിൽ വാങ്ങണം, ഇപ്പം അതുപോലെ തന്നെ അതിന് എത്ര വില നിശ്ചയിക്കണം, എവിടുന്ന് വാങ്ങണം എന്നൊക്കെ അവിടുന്ന് ഓർഡർ ഇറക്കുമ്പോൾ ഇമ്പസിഷൻ പോലെ ഇവിടെ എഴുതുന്ന ഈ മോദി ഭരണമാണ് ഈ ഞങ്ങളെ കുറ്റപ്പെടുത്തുന്നത് എന്ന് പറഞ്ഞിട്ട് കൃത്യമായിട്ട് ആപ്റ്റായിട്ടുള്ള മറുപടി കൊടുക്കുകയാണ്. അപ്പോൾ പുതിയ തലമുറയിൽ നമുക്ക് നല്ല പ്രതീക്ഷ അർപ്പിക്കാൻ കഴിയും. അത് ഈ സ്വത്വ രാഷ്ട്രീയമല്ല, പിന്നെ മൂർത്തമായ ജീവിത പ്രശ്നങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള കൃത്യമായ രാഷ്ട്രീയ കാഴ്ചപ്പാടാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. പക്ഷേ അംഗീകൃത രാഷ്ട്രീയ പാർട്ടികളുടെ ചട്ടക്കൂടിനകത്തല്ല അവർ നിൽക്കുന്നത്. അതും ശ്രദ്ധിക്കപ്പെടേണ്ട കാര്യമാണ്. അപ്പോൾ അതൊരു പ്രശ്നമായിട്ട് കാണുന്നുണ്ട്. കാരണം ആളുകൾ കരുതുന്നത് ഈ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് മോശമാണ്, അതൊരു പാർട്ടിക്കുള്ള അടിമപ്പെടലാണ്. നിങ്ങളൊക്കെയാണ് പറയുന്നത് നിങ്ങളൊരു പാർട്ടി പറഞ്ഞാൽ നിങ്ങൾ പാർട്ടി അടിമയായി, നിങ്ങൾ എന്ത് പാർട്ടി വന്നാലും നിങ്ങൾ പിന്നെ അടിമകളാണ്, നിങ്ങൾ സ്വതന്ത്ര വ്യക്തികളല്ല. പക്ഷേ ഇപ്പം ലെനിനൊക്കെ വായിക്കുമ്പോൾ ലെനിനൊക്കെ പറഞ്ഞാൽ നമ്മളിങ്ങനെ സംഘടിച്ച് ഒരു ഫോഴ്സായിട്ട് നിന്നാൽ മാത്രമേ നമുക്ക് കാര്യങ്ങൾ നടത്താം. നമ്മളൊരു കേഡർ സിസ്റ്റം ഉണ്ടാക്കി ആ കേഡർ സിസ്റ്റത്തിലൂടെ പ്രവർത്തിച്ചാൽ മാത്രമേ നമുക്ക് നമ്മളെ ഈ ഭരിക്കുന്ന മുതലാളിത്ത വ്യവസ്ഥയെ നമുക്ക് ചാലഞ്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നമ്മളത് ചെയ്യുന്നതാണ് എന്നതാണ് ലെനിനൊക്കെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. പക്ഷേ ഇപ്പോഴുള്ള ആഖ്യാനം വെച്ചാൽ നമ്മളങ്ങനെ പാർട്ടിയിൽ നിൽക്കണം, നമുക്ക് പാർട്ടിയിലൊന്നുമില്ല, എനിക്ക് രാഷ്ട്രീയമില്ല, ഞാൻ പാർട്ടിയില്ല, പക്ഷേ നമ്മളിങ്ങനെ നമ്മളൊരു പ്രശ്നം വന്നു അതിനുവേണ്ടി സംഘടിക്കുക മാത്രം. അപ്പം അത് ഒരു ശരിയായ പ്രവണതയായിട്ട് തോന്നുന്നുണ്ട്. അല്ല, ലെനിൻ റഷ്യൻ വിപ്ലവം നയിച്ച് വിജയിപ്പിച്ചു എന്ന് മാത്രമല്ല ലോകത്ത് അതേവരെ നിലനിന്നിട്ടുള്ള ഈ മുതലാളിത്തത്തിൻ്റെ സാമ്പത്തിക സാമൂഹ്യ സംവിധാനക്രമത്തിന് പകരം ഒന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്തല്ലോ. അപ്പോൾ അതൊരു വലിയൊരു വിപ്ലവമാണല്ലോ, അത് റവല്യൂഷനാണ്. അപ്പോൾ ആ റവല്യൂഷന് ശേഷം സോവിയറ്റ് യൂണിയൻ്റെ പതനമുണ്ടായി. അതാണ് സോവിയറ്റ് യൂണിയൻ്റെ പതനത്തിന് ശേഷം സ്വാഭാവികമായിട്ടും സോവിയറ്റ് യൂണിയനിലെ നേതൃത്വത്തിന് പറ്റിയിട്ടുള്ള തെറ്റുകളെ സംബന്ധിച്ച് നമ്മൾ പരിശോധിക്കുന്നു. അത് എന്തിൻ്റെ അടിസ്ഥാനത്തിൽ? അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. പക്ഷേ അതേസമയം ഈ മുതലാളിത്ത അകത്തല്ലാതെ സോഷ്യലിസ്റ്റ് വ്യവസ്ഥക്കകത്ത് ഉൽപ്പാദനം മെച്ചപ്പെടുത്താൻ പറ്റും, സമത്വം അവിടെ നടപ്പാക്കാൻ പറ്റും, തൊഴിലില്ലായ്മ പരിഹരിക്കാൻ പറ്റും എന്ന് മാത്രമല്ല ലോകത്ത് ഈ മൂലധന ശക്തികളുടെ അക്രമപരമായിട്ടുള്ള സ്വേച്ഛാധിപത്യം നടപ്പാക്കിയിട്ടുള്ള ഫാസിസത്തെ ലോകത്തിൽ ആരാ പരാജയപ്പെടുത്തുന്നത്? സോവിയറ്റ് യൂണിയനാണ്. അതാണ് ഫാസിസത്തെ എതിരിട്ടുകൊണ്ട്, അതും വലിയ ജീവാർപ്പണത്തിലൂടെയാണ്, ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവാർപ്പണത്തിലൂടെ ഈ പിന്നെ ഹിറ്റ്ലറുടെ
പടയെ തോൽപ്പിക്കുന്നത് ചെമ്പടയാണ്. അപ്പോൾ അതിനൊക്കെ അന്നത്തെ സംഘടിത പ്രസ്ഥാനം ഉചിതമായ നിലയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ലെനിനും സ്റ്റാലിനും ഒക്കെ അതിന് നേതൃത്വം കൊടുത്തിട്ടുണ്ട്. അതേസമയം സ്റ്റാലിന് അവസാന കാലത്ത് ചില തെറ്റുകളും പറ്റിയിട്ടുണ്ട്. അനുഭവത്തിലൂടെ നമ്മൾ തെറ്റുകൾ കണ്ടെത്തി തിരുത്തുകയാണ് വേണ്ടത്. അപ്പോൾ ഇന്ത്യയിലെ സംഘടിതമായിട്ടുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ നമ്മുടെ രാജ്യത്തെ മുന്നോട്ട് നയിക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുണ്ട്. അപ്പോൾ ദേശീയ സ്വാതന്ത്ര്യ സമരം സംഘടിതമായിട്ടൊരു ശക്തിയുടെ നേതൃത്വത്തിലാണല്ലോ. അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും വിവിധ ധാരകൾ ഉണ്ടായിട്ടുണ്ട്. കോൺഗ്രസിനകത്തും ഗ്രൂപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ. പക്ഷേ ആ സംഘടിത പ്രസ്ഥാനത്തിൻ്റെ ഫലമായിട്ട് ഇന്ത്യക്ക് ദേശീയ സ്വാതന്ത്ര്യം കിട്ടിയിട്ടുണ്ട്. ആ സംഘടിത പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി ഇന്ത്യ എന്നുള്ള ഒരു ദേശീയ ബോധമുണ്ടല്ലോ. അതിനു മുമ്പേ ഇന്നത്തെ ഭാരതത്തിൻ്റെ ഭൂപരമായിട്ടുള്ള അതിർത്തിക്കകത്ത് ഏതെങ്കിലും രാജാവ് ഉണ്ടായിരുന്നു? RSSകാർ പലതും പ്രചരിപ്പിക്കുന്നുണ്ട്. പിന്നെ ഈ ഭാരതം എന്ന് പറയുന്നത് മഹത്തായ രാമരാജ്യമാണ് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇന്നത്തെ ഭൂപരമായിട്ടുള്ള അതിർത്തിക്കകത്ത് ഒരു രാജാവിൻ്റെ ഭരണവും രാജ്യത്തുണ്ടായിരുന്നില്ല. വിവിധ ദേശീയ ജനവിഭാഗങ്ങളാണ്, ഭാഷകൾ വ്യത്യസ്തമാണ്. അതുകൊണ്ടാണല്ലോ നാനാത്വത്തിൽ ഏകത്വം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ രാഷ്ട്രശില്പികൾ രൂപപ്പെടുത്തിയിട്ടുള്ള ഇന്ത്യ എന്ന് പറയുന്ന ഇന്ത്യത്വം എന്ന് പറയുന്നുണ്ടല്ലോ, അതൊരു സ്വത്വമാണല്ലോ. ഭാരതത്വം എന്ന് പറയുന്ന ആ സ്വത്വത്തെ തകർക്കാൻ വേണ്ടി ഇപ്പോൾ സംഘടിതമായിട്ടുള്ള യത്നം നടക്കുന്നു. അപ്പോൾ അതിന് സംഘടിതമായിട്ടുള്ള ചെറുത്തുനിൽപ്പ് വേണം. അതിൻ്റെ ഭാഗമായി ഏതെങ്കിലും സംഘടനയുടെ ചട്ടക്കൂടിനകത്ത് ഒതുങ്ങി നിൽക്കണം എന്ന് മാത്രമല്ല പറയുന്നത്. പക്ഷേ രാഷ്ട്രീയ പാർട്ടികൾ പറയുന്നതിൽ വസ്തുതയുണ്ടോ എന്ന് ഈ പുതിയ ജൻസി തലമുറ പരിശോധിക്കണം. ഇപ്പോഴിവിടെ നമ്മൾ കണ്ടിട്ടുള്ളത് ഈ ജൻസി പ്രക്ഷോഭം, ഇപ്പോഴത്തെ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ആവിർഭാവത്തിനിടയായിട്ടുള്ള കാര്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അവർ വിദ്യാർത്ഥി സംഘടനകളുമായിട്ട് ഐക്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ അശുതോഷ് റാങ്ക, അതാണ് ഈ CJPയുടെ വക്താവ്, അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ ഇട്ടല്ലോ, ഈ സമരത്തിന് സഹായം, നേതൃത്വം, ഉപദേശങ്ങൾ ഒക്കെ നൽകുന്നതിൽ SFIയും AISFും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചു എന്ന് പറയുന്നുണ്ടല്ലോ. ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. എന്ന് പറഞ്ഞാൽ SFIക്കും AISFിനൊക്കെ നമ്മുടെ സാമൂഹ്യ സാമ്പത്തിക സംവിധാനക്രമത്തെ മാറ്റി തീർക്കുന്നതിൽ കൃത്യമായിട്ടുള്ള കാഴ്ചപ്പാടുള്ളവരാണ്. അപ്പോൾ അവരുമായിട്ട് സഹകരിച്ചുകൊണ്ടാണ് ഈ പറയുന്ന കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ജന്തർ മന്തർ പ്രക്ഷോഭം നടന്നിട്ടുള്ളത്. അത് പോസിറ്റീവായിട്ടുള്ള കാര്യമായിട്ട് നമ്മൾ കാണുന്നു. അത് മാത്രമല്ല, ഇതിപ്പം ഈ വിഷയം പറഞ്ഞല്ലോ, AISF SFIയുടെയും കോൺട്രിബ്യൂഷൻ. ഇപ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾ അവിടെ ഉണ്ട്, AISFിലും SFIയിലും ഐസ എന്ന് പറഞ്ഞ വേറൊരു ഐസ, ഈ 3 വിദ്യാർത്ഥി സംഘടനകളിലുള്ള ആളുകൾ അവിടെ ഉണ്ട്. അപ്പോൾ അവരുമായിട്ടൊക്കെ നമ്മൾ സംസാരിക്കാറുണ്ട്. അപ്പം അവർ പറഞ്ഞ അവരുടെ അനുഭവം അവർ പറയുന്നുണ്ട്. അതായത് ഈ അവർ പണ്ടോട്ടേ ഈ വിഷയത്തിലുണ്ട്, ഈ NTA വിഷയത്തിൽ അവരുടെ ആവശ്യം എന്ന് വെച്ചാൽ ജസ്റ്റ് ഈ ധർമ്മപ്രധാൻ രാജിവെക്കണമെന്ന് മാത്രമല്ല, ഈ NTA എന്നുള്ള സിസ്റ്റം തന്നെ മാറ്റണം. ഈ സെൻട്രൽ ആയിട്ടുള്ള പരീക്ഷാ സിസ്റ്റം തന്നെ മാറ്റി പഴയ ഡീസെൻട്രലൈസ്ഡ് സിസ്റ്റം ഓരോ സംസ്ഥാനങ്ങളും നടത്തുന്നു എന്നുള്ള രീതിയിലേക്ക് മാറ്റണം. അത് യഥാർത്ഥത്തിൽ ഈ BJPയുടെ സ്ലോഗനാണല്ലോ, ഒരു രാഷ്ട്രം, ഒരു നിയമം, ഒരു വ്യവസ്ഥ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ വൈവിധ്യങ്ങളെ ഇല്ലാതാക്കുക. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നടത്തുന്ന പ്രവേശന പരീക്ഷയാകെ തന്നെ മാറ്റിക്കൊണ്ട് എല്ലാം സെൻട്രലൈസ് ചെയ്യുക. സെൻട്രലൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉദ്ദേശം എന്താ? വിവിധ സംസ്ഥാനങ്ങളിൽ ഈ സ്വകാര്യ പ്രൊഫഷണൽ സ്ഥാപനങ്ങളുണ്ട്, ടീച്ചിങ് സ്ഥാപനങ്ങൾ, അവരുടെ താല്പര്യത്തിനനുസരിച്ചാണ് ഈ സെൻട്രലൈസ് ചെയ്യുന്നത്. അപ്പോൾ വിദ്യാഭ്യാസ നയത്തിൽ തന്നെ ഒരു പൊളിച്ചെഴുത്ത് ആവശ്യമാണ് എന്നുള്ള ഒരു കൃത്യമായ സന്ദേശമാണ് ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ SFIയും AISFും അടക്കം സഹകരിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ളത്. അതിൽ രാഷ്ട്രീയ പാർട്ടികൾ എടുത്ത നിലപാടുണ്ട്. ആ വേദിയിലേക്ക് എത്തിയ രാഷ്ട്രീയ പാർട്ടികളുണ്ട്, അത് ലെഫ്റ്റാണ്. എന്നാൽ വേദിയിൽ പോകാൻ വിസമ്മതിച്ച രാഷ്ട്രീയ പാർട്ടിയുണ്ട്, അത് കോൺഗ്രസ്സാണ്. അവർ പാർലമെൻറ്റിനകത്ത് ഈ വിഷയമൊന്നും ഉന്നയിക്കേണ്ട ആവശ്യമില്ല. അയോധ്യയിലെ കൊള്ള, അമ്പലക്കൊള്ളയുണ്ടല്ലോ, അതും സംഘപരിവാറിനെ കോർണർ ചെയ്യാൻ പറ്റുന്ന കാര്യം തന്നെയാണ്. ആ കാര്യം ഉന്നയിച്ചാൽ മതി, ഇതിൽ വലിങ്ങനെ ശ്രദ്ധ ചെലുത്തേണ്ടതില്ല എന്ന നിലപാടെടുത്ത്. പക്ഷേ ലെഫ്റ്റിൻ്റെ ഇടപെടലാണ് കോൺഗ്രസ് നേതാക്കന്മാരെ കൊണ്ടും മാറി ചിന്തിപ്പിക്കാൻ ഇടയാക്കിയിട്ടുള്ളത്. അപ്പോൾ ലെഫ്റ്റ് രാഷ്ട്രീയ പാർട്ടികൾ, ഇടതുപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ അവിടെ പോയി CPMൻ്റെ ജനറൽ സെക്രട്ടറി സഖാവ് ബേബി, അതുപോലെ തന്നെ D രാജ, പിന്നെ ഈ CPI ML നേതാക്കന്മാർ, അവരൊക്കെ പോയല്ലോ. അതൊക്കെ ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. ഈ ഞാൻ നേരത്തെ ആ ഒരു വിഷയത്തിലേക്ക് വരാം. SFI AISFിൻ്റെ ഒരു സുഹൃത്തുക്കളോട് ഞാൻ സംസാരിച്ചിരുന്നില്ല. അപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം ഈ CJP ഒരു സമരം സംഘടിപ്പിക്കുമ്പോൾ അവിടെ 50 പേരെങ്ങാണ്ട് വന്നു ജന്തർ മന്തറിൽ. പക്ഷെ അവർ ഈ സമരം നടത്തി ട്രെയിനിങ് ഇല്ലാത്ത ഒരു കുട്ടികളാണ്, ലിബറൽ കുട്ടികളാണ്. അപ്പോൾ അവർ വന്നു, അവർ ഈ സോഷ്യൽ മീഡിയയിലെ Instagram റീലും പോസ്റ്റൊക്കെ കണ്ടു വന്നു. ഒരു 50-60 പേരാണ് വന്നത്. അപ്പം അന്ന് BJP ഹാൻഡിലുകളൊക്കെ ഭയങ്കര ആഘോഷമായിരുന്നു. കണ്ടോ, ഇതൊക്കെ ഉള്ളൂ, കണ്ടില്ലേ, ഇത് പൊളിഞ്ഞു, ആകെ 50 പേരാണ് വന്നത്, നിങ്ങൾക്കൊക്കെ ഇത്രയേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കളിയാക്കലായിരുന്നു. അപ്പോൾ ഇവർ വന്നതിന് ശേഷം ഇവർക്ക് എന്താണ് ഈ സമരം എങ്ങനെ നമുക്ക് ഇനി നടത്തണം? കാരണം ഒരു പ്രൊട്ടസ്റ്റിന് വേണ്ടി വന്നതാണ്. പ്രൊട്ടസ്റ്റ് എങ്ങനെയാണ് നടക്കുക എന്നതിന് ഒരു ട്രെയിനിങ് ഒന്നും ഇല്ലാത്ത കുട്ടികളാണ്. അപ്പോൾ അവിടെ ഈ AISFും
SFI, മൈസി ഒക്കെ ഉള്ള ആളുകൾ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഈ സമരങ്ങൾ നടത്തിയുള്ള ട്രെയിനിങ് ഉണ്ട്. എങ്ങനെയാണ് ക്രൗഡ് വർക്ക് നടത്തേണ്ടത്. ഒരു വലിയൊരു വിഭാഗം ആളുകൾ വരുമ്പോൾ അവരെ നിർത്തി സമരത്തിൻ്റെ മുദ്രാവാക്യങ്ങൾ എന്തൊക്കെ പറയണം, അവരുടെ ആവേശങ്ങളും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എടുക്കുക. അങ്ങനെയാണ് ലാൽ സാമും ഇൻക്ലാബ് ഇൻക്ലാബ് സിന്ദാബാദ് ഇൻക്ലാബ് സിന്ദാബാദൊക്കെ അവിടെ വന്ന കുട്ടികൾക്ക് അങ്ങനെ അറിയുന്നുള്ളവർ. പക്ഷെ അതിപ്പം അവരും അങ്ങ് പറയാൻ തുടങ്ങി. അപ്പം ഈ ഒരു സംഭവം, ഈ വിദ്യാർത്ഥി രാഷ്ട്രീയം എന്നത് വേണ്ട, നമുക്ക് വിദ്യാർത്ഥി രാഷ്ട്രീയങ്ങളുടെ ആവശ്യമില്ല എന്ന് പറയുന്ന ഒരുപാട് ബുദ്ധിജീവികൾ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അതിൻ്റെ ഒന്നും ആവശ്യമില്ല, കുട്ടികൾ പോയാൽ പഠിച്ചാൽ മതി, രാഷ്ട്രീയം വേണ്ട, വിദ്യാർത്ഥി രാഷ്ട്രീയം എന്നാണ്. പക്ഷേ അവരെല്ലാം ഇത്രയും നാളും നമ്മുടെ മീഡിയയിൽ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന പ്രൊപ്പഗണ്ട ഒരൊറ്റ ഇടിയാണ് ഈ പ്രൊട്ടസ്റ്റ് പൊളിച്ചു കളഞ്ഞു. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന് എന്നും ഇന്നും ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നത്. അപ്പോൾ ഈ വിദ്യാർത്ഥി രാഷ്ട്രീയം വേണ്ട എന്ന് പറയുന്ന ആളുകളോട് എന്താണ് പറയുന്നത്? അതായത് ആ അനുഭവമാണ് ഏറ്റവും വലിയ അധ്യാപകൻ എന്ന് പറയാറുണ്ട്. ഇതൊരു അനുഭവമാണല്ലോ, വിലപ്പെട്ട അനുഭവമാണ്. അത് CPM പ്രവർത്തകനായിട്ടുള്ള ഞാനും പഠിക്കണം. ഒരു രാഷ്ട്രീയത്തിൻ്റെ കൂടെ ഇല്ല എന്ന് ചിന്തിക്കുന്ന ചില ബുദ്ധിജീവികളുണ്ട്. താങ്കൾ പ്രതീക്ഷ നേരത്തെ പറഞ്ഞ പോലെയുള്ള ഈ ലിബറൽ വാദികളായിട്ടുള്ള ആളുകൾ, അവരും പഠിക്കണം. എല്ലാവരും പഠിക്കേണ്ട ഒരു പാഠമുണ്ട് ഇതിൽ. അതായത് ഇപ്പോൾ അനുഭവം ഏറ്റവും പ്രധാനമാണല്ലോ. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് അഭിജിത്ത് ദീപ്കെ, അദ്ദേഹം അമേരിക്കയിൽ നിന്ന് സാഹചര്യം ഇവിടെ വരേണ്ട സമയമായിരിക്കുന്നു എന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടപ്പോൾ ഡൽഹി വിമാനത്താവളത്തിൽ ഇറങ്ങിയപ്പോൾ പ്രതീക്ഷ പറഞ്ഞതുപോലെ SFIയുടെയും AISFൻ്റെയും മൈസയുടെയും നേതാക്കന്മാരുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. ഐഷി ഘോഷ്, ഡൽഹി ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലെ സമരത്തിൽ ത്യാഗപൂർവം പങ്കുവഹിച്ച നേതാവായിരുന്നല്ലോ ഐഷി ഘോഷ്. ഐഷി ഘോഷുമായിട്ടൊക്കെ ആ പഴയ സമരത്തിൻ്റെ അനുഭവങ്ങൾ പങ്കുവെച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ഒറ്റപ്പെട്ട നിലയിൽ ഞങ്ങളതായിട്ടുള്ള കാര്യം ചെയ്യും, ഞങ്ങളതായിട്ടുള്ള തീരുമാനമെടുക്കും എന്നതിനപ്പുറം അനുഭവത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ അവരും തയ്യാറായിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഇൻക്ലാബ് സിന്ദാബാദ് വിളിയിലേക്ക് ഈ പ്രക്ഷോഭകരെത്തി എന്ന് പറഞ്ഞാൽ അത് രാജ്യത്തിൻ്റെ പഴയ ചരിത്രത്തിൽ ഉള്ളതാണല്ലോ, സംഘടിത പ്രസ്ഥാനങ്ങൾ വിളിച്ച മുദ്രാവാക്യമാണല്ലോ. അപ്പം അതുകൊണ്ട് അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ കഴിയില്ല, ഒഴിഞ്ഞു മാറാൻ വേണ്ടി കഴിയില്ല. അപ്പോൾ പഴയകാല സമര പോരാട്ടങ്ങളുടെ അനുഭവത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ഒരു പുതിയ സമരം ഇതിലൂടെ ഉയർന്നു വരും എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. സഖാവ് ഇടയ്ക്കിടയ്ക്ക് പ്രസംഗത്തിൽ പറയല്ലേ, മാർക്സിസ്റ്റ് ലെനിനിസം എന്ന് പറഞ്ഞാൽ മൂർത്തമായ സാഹചര്യത്തിന്റെ മൂർത്തമായ പ്രയോഗം. അപ്പോൾ അത് ലെനിൻ പറഞ്ഞതാ. അത് മലയാളത്തിൽ കേൾക്കുമ്പോൾ എനിക്ക് മനസ്സിലാവാറില്ലായിരുന്നു മൂർത്തമായ, കാരണം ഞാൻ കുറച്ച് മലയാളം ഞാൻ പറഞ്ഞു, ഞാൻ ഡൽഹിയിലൊക്കെ പഠിച്ചത്. അപ്പോൾ മൂർത്തമായ സാഹചര്യത്തിന്റെ മൂർത്തമായ പ്രയോഗം. അപ്പോൾ ഞാൻ ലെനിനെ വായിക്കുമ്പോൾ ലെനിൻ ഇംഗ്ലീഷ് എഴുതിയിട്ടുണ്ട്, കോൺക്രീറ്റ് സിറ്റുവേഷൻ റിക്വയർസ് കോൺക്രീറ്റ് അനാലിസിസ്, അങ്ങനെ എന്തോ ഒരു സംഭവം. അപ്പോൾ അത് വായിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവും. അപ്പോൾ ഈ ലാംഗ്വേജ് ഒരു പ്രശ്നമായിട്ട് തോന്നുന്നുണ്ട്. ഈ മാർക്സിസ്റ്റ് ലെനിനിസം ഒരു ആശയം ഇപ്പോഴത്തെ കുട്ടികളിലേക്ക് പറയാൻ ഈ ശുദ്ധ മലയാളം ഒരു പ്രശ്നമായിട്ട് തോന്നിയിട്ടുണ്ടോ? കാരണം എനിക്ക് പലപ്പോഴും ഞാൻ ഇപ്പോൾ ഓണസ്റ്റ്ലി പറയുക, ഒരു വിമർശനമായിട്ട് എടുക്കുകയാണെങ്കിൽ പല കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെയും ആശയങ്ങൾ പറയുന്നത് കേൾക്കുമ്പോൾ അവർ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവും, ഇപ്പോൾ എനിക്ക് മനസ്സിലാവും. പക്ഷെ ഇത് മനസ്സിലാവാത്ത സമയത്ത് അദ്ദേഹം എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത്, ആരോടാണ് പറയുന്നത്? ഈ ഒരു മുതലാളിത്ത സാമ്രാജ്യത്വ താല്പര്യത്തിന്റെ മൂലധന ശക്തികൾ ഇവിടെ പ്രവർത്തിക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്കിനും ആളുകളുടെ ട്രെയിൻ ഓഫ് തോട്ട് അങ്ങ് പോവുകയാണ്, ആളുകൾക്ക് മനസ്സിലാവുന്നില്ല എന്നുള്ള രീതിയിലേക്കാണ്. അപ്പോൾ അത് നമുക്കൊന്ന് കൃത്യമായിട്ടൊന്ന് സ്ട്രക്ചർ ചെയ്ത് പറയേണ്ടതില്ല. കാരണം മറ്റൊരു ലാംഗ്വേജ് ഭയങ്കര പോളിഷാണ്, അവർ പറയുന്നത് പക്ക ഞാൻ വളരെ ഇതായിട്ട് പറഞ്ഞാൽ ഊളത്തരമാണ് പറയുന്നത്, അല്ലെങ്കിൽ വലതുപക്ഷം പറയുന്നത്. പക്ഷെ ആ ഊളത്തരം അവർ ഭയങ്കര പാക്കേജ് ചെയ്താണ് പറയുന്നത്. നമുക്ക് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് നമുക്ക് പക്ഷെ അത് പാക്കേജ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ടോ? അല്ല, അതായത് ഈ മൂർത്തമായ സാഹചര്യത്തിലെ മൂർത്തമായ പ്രയോഗം, അതാണ് ലെനിൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് ഞാൻ ഈ പറഞ്ഞ അനുഭവത്തിലുണ്ടല്ലോ. അതായത് ഇപ്പോൾ രാജ്യത്തിലെ ഇടതുപക്ഷം അതിനൊരു സംഘടിത ശക്തിയാണ്, സംഘടനാ രൂപമുണ്ട്. പക്ഷേ ഇത് സ്വമേധയാ വളർന്നു വന്നിട്ടുള്ള ഒരു മൂവ്മെൻ്റാണ്. അപ്പോൾ പുതിയ പുതിയ അനുഭവങ്ങളെ അടിസ്ഥാനപ്പെടുത്തി നമ്മൾ പഠിക്കണം. അത് പുതിയ അനുഭവമാണ് കോൺക്രീറ്റ് സിറ്റുവേഷൻ, അതാണ്. അപ്പോൾ അതുകൊണ്ട് മാർക്സിസം ലെനിനിസത്തിലെ ഏതെങ്കിലും പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പബ്ലിക്കിനോട് സംസാരിക്കുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. അതാണ് എൻ്റെ വീക്ഷണം. അതായത് നിങ്ങളിപ്പോൾ നമ്മൾ എവിടെയാണോ പ്രവർത്തിക്കുന്നത്, ഈ ഭൂമിയിലാണ്, ഈ നാട്ടിലാണ്, നാട്ടിലുള്ള ചലനങ്ങൾ മനസ്സിലാക്കി അതിൽ ഇടപെടണം. അതല്ലാതെ മാർക്സിസം ലെനിനിസം ഇങ്ങനെ ഉരുവിട്ടുകൊണ്ടിരിക്കുക, മാവോ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, ലെനിൻ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു എന്ന് മാത്രം പറഞ്ഞാൽ പോരാ. ആ മാവോവിൻ്റെയും മാർക്സിൻ്റെയും ലെനിൻ്റെയും ഒക്കെ സിദ്ധാന്തങ്ങളിൽ നിന്ന് നമുക്കിവിടെ പ്രയോഗത്തിൽ വരുത്തേണ്ട പാഠം എന്താണ് അത് നമ്മൾ പഠിപ്പിക്കണമല്ലോ. ഇപ്പോൾ ഈ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ പ്രസിദ്ധീകരിച്ച കമ്മ്യൂണിസ്റ്റ് ലീഗ്, അതാണ് ആദ്യ സംഘടന. ഈ കമ്മ്യൂണിസം എന്ന് പറയുമ്പോൾ എന്താണ് ചിലരുടെ ധാരണ,
അക്രമമാണ്. താങ്കൾ തന്നെ പറഞ്ഞല്ലോ, അക്രമമാണ്, എപ്പോഴും പ്രക്ഷോഭമാണ്, ഇവർക്ക് മനുഷ്യത്വം ഇല്ലാത്തവരാണ് എന്നൊക്കെയുള്ള ഒരു നെറേഷൻ ഈ വലതുപക്ഷം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ. പക്ഷെ അവർക്ക് മുമ്പിൽ ഒറ്റ വാചകം നമ്മൾ പറഞ്ഞാൽ മതി. കമ്മ്യൂണിസ്റ്റ് ലീഗ് എന്ന സംഘടനയ്ക്ക് മുമ്പേ മാർക്സും എംഗൽസും രൂപപ്പെടുത്തിയ വേറൊരു സംഘടനയുടെ പേരെന്താണ്? നീതിമാന്മാരുടെ ലീഗ് എന്നാണ്. നീതി, സാമൂഹ്യനീതി. അപ്പോൾ ഈ സാമ്പത്തികമായിട്ടുള്ള വ്യത്യാസത്തെ അടിസ്ഥാനപ്പെടുത്തി പട്ടിണി കിടക്കേണ്ടി വന്നു, തൊഴിലില്ലായ്മ വരുന്നു, ജീവിതപ്രയാസങ്ങൾ വരുന്നു. ഇത് പരിഹരിക്കണം. അപ്പോൾ ഈ പ്രകൃതി സമ്പത്ത് എന്ന് പറയുന്നത് മനുഷ്യ സമൂഹത്തിനാകെ അനുഭവിക്കാനുള്ളതാണ്. അത് ചിലർ കൈയടക്കുന്നു. അതാണ് ന്യൂനപക്ഷം വരുന്ന ആളുകൾ ഇതൊക്കെ കൈയടക്കുന്നു. മഹാഭൂരിപക്ഷം വരുന്ന ആളുകൾക്ക് പട്ടിണി കിടക്കേണ്ടി വരുന്നു, ജീവിത പ്രയാസങ്ങൾ സഹിക്കേണ്ടി വരുന്നു. ഇവിടെയാണ് നീതിയുടെ മുദ്രാവാക്യം. അപ്പോൾ മാർക്സ് തൻ്റെ ആശയങ്ങൾ രൂപപ്പെടുത്തിയത് മുതലാളിത്തം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ്. അന്നത്തെ ഉൽപ്പന്നമാണ്, അന്നത്തെ പ്രൊഡക്റ്റാണ്. അതുപോലെ ലെനിൻ ആ മാർക്സിസത്തെ റഷ്യയുടെ പശ്ചാത്തലത്തിൽ, റഷ്യയുടെ സാഹചര്യത്തിൽ മാർക്സിസത്തെ പ്രയോഗിക്കാൻ ശ്രമിച്ചു. അങ്ങനെയാണ് റഷ്യൻ വിപ്ലവം വിജയിച്ചത്. മുതലാളിത്ത വ്യവസ്ഥയിലല്ലാതെ ഫാക്ടറികൾ നടത്താൻ പറ്റും, മുതലാളി ഇല്ലാതെ. ഭൂസ്വാമിമാരില്ലാതെ കൃഷി നടത്താൻ പറ്റും, സാധാരണ കൃഷിക്കാരുടെ കൂട്ടായ്മകളിലൂടെ കാർഷിക ഉൽപ്പാദനം മെച്ചപ്പെടുത്താൻ പറ്റും. പ്ലാനിങ് ഇതാണ്. ഇന്ത്യയിലെ ആസൂത്രണത്തിന് തന്നെ മാതൃക സോവിയറ്റ് യൂണിയനിലെ പഞ്ചവത്സര പദ്ധതികളാണ്. അപ്പോൾ അത്തരമൊരു കാര്യം അനുഭവത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുക. ഇന്ത്യൻ സാഹചര്യത്തിൽ നോക്കുമ്പോൾ മഹാനായിട്ടുള്ള EMSനോട് ഒരു ഘട്ടത്തിൽ ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായ കാലത്ത് തന്നെ രൂപപ്പെട്ട ഒന്നാണ് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ചൈനയിൽ വിപ്ലവം വിജയിച്ചു, അവിടെ സോഷ്യലിസം നടപ്പിലാക്കാൻ ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയാണ്. എന്താ ഇന്ത്യയിൽ നടക്കാത്തത്? അപ്പോൾ ഇന്ത്യയുടെ സവിശേഷതയുണ്ട്. ആ സവിശേഷത എന്താ? ജാതി. അതാ EMS പറഞ്ഞ ഏറ്റവും വലിയ തടസ്സം. അതായത് ജാതിബോധമുള്ള സമൂഹത്തെ നമ്മൾ വർഗാടിസ്ഥാനത്ത് സംഘടിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഈ ജാതി സ്വത്വബോധം ഉണ്ടല്ലോ, ഇത് വലിയ പ്രശ്നമായിട്ട് വരുന്നുണ്ട് ഇപ്പോഴും. പ്രതീക്ഷ നേരത്തെ പറഞ്ഞ കാര്യത്തിൽ ഈ പറയുന്ന കാര്യമാണ്. അതായത് അത് ഈ പറയുന്ന വർഗാടിസ്ഥാനത്തിലുള്ള പ്രസ്ഥാനങ്ങൾക്ക് മുമ്പിലുള്ള ഒരു തടസ്സമായി വരുന്നു. ഇന്ത്യൻ തൊഴിലാളി വർഗത്തിൻ്റെ ചരിത്രം പരിശോധിക്കുന്ന അവസരത്തിൽ ഒരു ഫാക്ടറി നമ്മളിപ്പോൾ പറയും, സൈദ്ധാന്തികമായി പറയുന്ന നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ജാതിക്കതീതമായിട്ടുള്ള വർഗബോധം വന്നു, വർഗ സംഘടനകളുണ്ടായി, തൊഴിലാളി പ്രസ്ഥാനം. ബോംബെയിലെ ഒരു ഫാക്ടറിയിലുണ്ടായിട്ടുള്ള അനുഭവം ഈ ഇന്ത്യയിൽ തൊഴിലാളി വർഗത്തിൻ്റെ ചരിത്രത്തിൽ പറയുന്നുണ്ട്. അതായത് തൊഴിലാളികൾ ആവശ്യപ്പെട്ടു, ഞങ്ങൾക്ക് 2 ഗേറ്റ് വേണം. ഇതിനെ 2 ഗേറ്റ്? ഭക്ഷണപ്പൊതിയായിട്ട് വരുന്നിടത്ത് മറ്റ് ജാതിയിൽപ്പെട്ട തൊഴിലാളി എൻ്റെ ഭക്ഷണപ്പൊതി സ്പർശിക്കാൻ പാടില്ല എന്ന്. മനസ്സിലായില്ലേ? അപ്പോൾ അയിത്ത ജാതിക്കാർക്ക് വേറെ ഗേറ്റ് വേണം, മറ്റ് ഉയർന്ന ജാതിക്കാർക്ക് വേറെ ഗേറ്റ് വേണം. അപ്പോൾ ജാതി ഒരു പ്രശ്നം തന്നെയാണ്. അപ്പോൾ ആ ജാതി പ്രശ്നത്തെ അഭിസംബോധന ചെയ്യാനാണ് അംബേദ്കറും മറ്റും പരിശ്രമിച്ചത്. അപ്പോൾ ജാതി വർഗം ഈ 2 വാക്കുകളെ സംബന്ധിച്ചും 2 വീക്ഷണങ്ങളെ സംബന്ധിച്ചും ഉള്ള കാഴ്ചപ്പാട് ഇന്ത്യൻ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വർഗ സംഘടനകൾ ഉണ്ടാക്കുന്ന അവസരത്തിൽ തന്നെ സാമൂഹ്യ പ്രശ്നങ്ങളിൽ ഇടപെടണം. ഇപ്പോൾ തമിഴ്നാട്ടിൽ ഇപ്പോൾ ഇവിടെ തൊട്ടുകൂടായ്മയുടെ പ്രശ്നമില്ല, തമിഴ്നാട്ടിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഈ ദ്രാവിഡ പ്രസ്ഥാനം ദീർഘകാലം ഭരിച്ചിട്ടുള്ള തമിഴ്നാട്ടിൽ ഇപ്പോഴും അൺടച്ചബിലിറ്റി ഉണ്ട്. മനസ്സിലായില്ലേ? അവിടെ മാറിയിട്ടില്ല, ഇവിടെ മാറി. ഇവിടെ തൊട്ടുകൂടായ്മയില്ല. അതേസമയം ജാതീയമായ സ്വത്ത് പ്രശ്നങ്ങളുണ്ട്, മതപരമായ പ്രശ്നങ്ങളുണ്ട്, സ്വത്ത് പ്രശ്നങ്ങൾ. മുസ്ലിം സമുദായത്തിനുള്ള സ്വത്ത് പ്രശ്നങ്ങളുണ്ട്. ആ സ്വത്ത് പ്രശ്നങ്ങളൊക്കെ കമ്മ്യൂണിസ്റ്റുകാർ ഇടപെടണം. അതേസമയം നിങ്ങൾ ട്രേഡ് യൂണിയൻ ഉണ്ടാക്കിയാൽ മാത്രം പോരാ, ഇത്തരം പ്രശ്നങ്ങളിൽ ഇടപെടുന്നുള്ള പൊതുവേദികൾ ഉണ്ടാക്കണം. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി, CPIM അടുത്ത കാലത്ത് എന്ന് വെച്ചാൽ കുറച്ച് വർഷങ്ങളായി ഒരു പുതിയ മൂവ്മെൻറ്റിന് രൂപം കൊടുത്തിട്ടുണ്ട്. തമിഴ്നാട്ടിലും മറ്റും അൺടച്ചബിലിറ്റിക്കെതിരായിട്ടുള്ള ഒരു പൊതുവേദി, അതിന് സംഘടനയുണ്ട്. പാശ്ചാത്യ സമരമൊക്കെ അതിൻ്റെ ഭാഗമായിട്ടാണ് വന്നതാണ്. ഇവിടെയാണെങ്കിൽ പട്ടികജാതിക്കാരുടെ ഒരു പൊതുവേദി, ആദിവാസികളുടെ ഒരു പൊതുവേദി ഉണ്ടാക്കിക്കൊണ്ട് ആദിവാസിയുടെ സ്വത്ത് പ്രശ്നങ്ങളിൽ ഇടപെടുക, പട്ടികജാതിക്കാരുടെ സ്വത്ത് പ്രശ്നങ്ങളിൽ ഇടപെടുക എന്നത് CPIM സ്വീകരിച്ചിട്ടുള്ള പുതിയ രീതിയാണ്. അപ്പോൾ അതുകൊണ്ട് അനുഭവത്തിൽ നിന്ന് പാഠം പഠിച്ചുകൊണ്ട് നമ്മുടെ വിപ്ലവ പ്രവർത്തനത്തെ നമുക്ക് മുന്നോട്ട് നയിക്കാൻ കഴിയണം. അതാണ് പ്രതീക്ഷ നേരത്തെ പറഞ്ഞല്ലോ, മൂർത്തമായ സാഹചര്യത്തിൽ മൂർത്തമായ ഇടപെടൽ. ഇപ്പോൾ ഒരു മൂർത്തമായ സാഹചര്യം വന്നിരിക്കുകയാണ്. കാരണം ഈ BJP ഭരണത്തെ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം അതിൻ്റെ പിന്നിൽ RSS ഉണ്ട്, സംഘടിതമായ ശക്തിയാണ്.
അവർ മൂന്നാമതും അധികാരത്തിൽ വന്നു. 24 തെരഞ്ഞെടുപ്പിൽ BJP ക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ല. അവരെന്താ ചെയ്തത്? പ്രതിപക്ഷത്തുള്ള പാർട്ടികളെയൊക്കെ ഭിന്നിപ്പിച്ച് ചാക്കിടുക. അതിനെന്താ അവർ അവലംബിച്ച മാർഗം? പണം. കോർപ്പറേറ്റുകൾ കൊടുക്കുന്ന പണമുണ്ടല്ലോ ഈ BJPന് എടുക്കുക. ഇവർ ഹിന്ദുത്വവും ഹിന്ദുക്കളുടെ കാര്യമൊക്കെ പറഞ്ഞിട്ട് ആളുകളെ കബളിപ്പിക്കാനല്ലേ നോക്കുന്നത്? കോർപ്പറേറ്റുകൾ കൊടുക്കുന്ന പണം ഉപയോഗിച്ചുകൊണ്ട് തങ്ങൾക്കൊറ്റക്ക് ഇല്ലാത്ത ഭൂരിപക്ഷം ഒറ്റക്കുള്ള ഭൂരിപക്ഷമാക്കി മാറ്റി ഇന്ത്യൻ ഭരണഘടനയെ തന്നെ അട്ടിമറിക്കാനാണ് സംഘപരിവാർ ശക്തികൾ പരിശ്രമിക്കുന്നത്. അത്തരം ഒരു സാഹചര്യത്തിലാണ് പുതിയ അനുഭവം. നിങ്ങളെ കീഴ്പ്പെടുത്താനാവും, നിങ്ങളെ വെല്ലുവിളിക്കാനാവും എന്ന് ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പ്രക്ഷോഭം നമ്മളെല്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു മൂർത്തമായ സാഹചര്യം വരുമ്പോൾ അതിൽ മൂർത്തമായിട്ട് ഇടപെടണം. സാഹചര്യങ്ങൾക്കനുസരിച്ച് പഠിച്ച് തീർച്ചയായിട്ടും സാഹചര്യങ്ങൾ രൂപപ്പെടും. ആത്മവിശ്വാസത്തോടുകൂടി നമ്മൾ മുന്നോട്ട് പോകണം. അത് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ഫലത്തിൻ്റെ കാര്യത്തിലും ഇടതുപക്ഷം അവലംബിക്കുന്ന മാർഗമാണ്. എന്തുകൊണ്ട്? വലിയ തിരിച്ചടി നമുക്കുണ്ടായി. ഇതിൽ ഇപ്പോൾ ഈ സാമൂഹിക പ്രശ്നങ്ങൾ ഇടപെടണമെന്ന് പറഞ്ഞല്ലോ. ഇപ്പോൾ ഇത് നമ്മളും പറയാറുണ്ട്, നമ്മൾ സാമൂഹിക പ്രശ്നം. അപ്പം ഇവിടെ മറ്റ് സ്വത്വവാദികൾ ചിലപ്പം ഈ പറയുന്നത് നിങ്ങൾ പ്രീണിപ്പിക്കുകയാണ്. ഇപ്പം നിങ്ങൾ ഏതെങ്കിലും ഒരു ഹിന്ദുത്വ എന്തെങ്കിലും തരത്തിലുള്ള ഒരു നറേറ്റീവ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ നമ്മൾ അതിലിടപെട്ട് ഇല്ല അതല്ല ഹിന്ദുയിസത്തിൽ പറഞ്ഞത് അങ്ങനെയല്ല, നിങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്ന വായനയൊന്നും അല്ല ഹിന്ദുയിസത്തിലുള്ളതെന്നോ അങ്ങനെ എന്തെങ്കിലും പറയുമ്പോൾ തന്നെ ഈ മുസ്ലിം സ്വത്വത്തിൽ നിന്ന് വരും, ഇവർ ഹിന്ദുയിസത്തെ വെളുപ്പിക്കാൻ വേണ്ടി കമ്മ്യൂണിസ്റ്റുകാർ പോവുകയാണ്, ഹിന്ദുത്വത്തെ വെളുപ്പിക്കാൻ പോവുകയാണ് ഇവർ. ഇനി അതേസമയം മുസ്ലിം സ്വത്വ പ്രശ്നത്തിൽ ഇടപെടുകയാണെങ്കിൽ നിങ്ങൾ ഇവരെ വോട്ട് ബാങ്കാക്കി പ്രീണിപ്പിക്കാൻ ശ്രമിക്കുകയാണ്, നിങ്ങൾ പ്രീണന രാഷ്ട്രീയമാണെന്ന്, ഇങ്ങനെയാണ് അവരുടെ നറേറ്റീവ് വരുന്നത്. പക്ഷെ നമുക്ക് ഇത് ഇടപെട്ടേ പറ്റത്തുള്ളൂ, ഓരോ പ്രശ്നത്തിൽ ഇടപെട്ടേ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതെങ്ങനെ കൊണ്ടുപോകും? അതായത് ഇവരുടെ ഈ നറേഷൻ ഉണ്ടല്ലോ, ഈ എന്താ പറയുക, ഇവരെല്ലാം പ്രീണിപ്പിക്കാൻ ശ്രമിക്കണം, ഓരോ സ്വത്വത്തെ പ്രീണിപ്പിച്ച് വോട്ട് നേടി അധികാരത്തിൽ വരാൻ വേണ്ടിയാണ് ഇവർ ഇങ്ങനെ ചെയ്യുന്നത് എന്നൊക്കെയാണ് അവർ പറയുന്നത്. പക്ഷെ നമ്മളിങ്ങനെ പറയാറുണ്ട്, നോക്കും മാർക്സിസ്റ്റ് ഈ പാർലമെന്ററി രാഷ്ട്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭാഗം ആണ്. അത് കാരണം ഇപ്പം ലെനിനൊക്കെ പറഞ്ഞിട്ട് പാർലമെന്ററി രാഷ്ട്രീയത്തിൽ നമ്മൾ പങ്കെടുക്കണം. അത് നമ്മളൊരു പാർലമെന്ററി രാഷ്ട്രീയത്തിൽ വന്നിട്ട് വരുമ്പോൾ വിപ്ലവം വരും എന്നതുകൊണ്ടല്ല. കാരണം ജനങ്ങൾ എവിടെ ഉണ്ടോ, ജനങ്ങൾ എന്ത് തരം പ്രസ്ഥാനങ്ങളിലാണോ വിശ്വസിക്കുന്നത് അതിൽ നമ്മൾ പങ്കെടുക്കേണ്ടതുണ്ടോ, നിരന്തരമായി നമ്മൾ അതിൽ എൻഗേജ് ചെയ്യേണ്ടതുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്നതാണ്, അല്ലാതെ ഈ ഇവരുടെ നിന്ന് വോട്ട് ബാങ്ക് ആക്കി ചെയ്യുന്നതല്ല എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ ഈ ഒരു നറേഷൻ എങ്ങനെയായിരിക്കും ഡീൽ ചെയ്യാൻ? അല്ല, നമ്മളിപ്പോൾ ഈ പാർലമെന്ററി രാഷ്ട്രീയത്തിൽ പങ്കെടുക്കൽ മാത്രമല്ല ഇടതുപക്ഷത്തിൻ്റെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും പരിപാടി പാർലമെന്റേതര സമരങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയാണ്. ഇപ്പോൾ ഇന്ത്യയിൽ നടന്നിട്ടുള്ള കർഷക പ്രക്ഷോഭം അതിന് പിന്തുണ കൊടുത്തല്ലോ ഇടതുപക്ഷം. ഈ വിദ്യാർത്ഥി പ്രക്ഷോഭം അതിന് പിന്തുണ കൊടുത്തല്ലോ ഇടതുപക്ഷം. കോൺഗ്രസിനെ പോലെ മടിച്ചു നിന്നില്ല, കൃത്യമായിട്ട് അതിൽ ഇടപെട്ടു. അപ്പോൾ അത്തരം പ്രക്ഷോഭ സമരങ്ങളിൽ ഇടപെടുക, പ്രക്ഷോഭ സമരങ്ങൾ വളർത്തിയെടുക്കുക എന്നത് ഇടതുപക്ഷത്തിൻ്റെ ശൈലി തന്നെയാണ്. അത് പാർലമെന്റേതര പ്രവർത്തനമാണ്. അപ്പോൾ പാർലമെന്റിൽ പങ്കെടുക്കുക, പാർലമെന്റേതര രംഗത്ത്, അതായത് ജനങ്ങളുടെ മൂർത്തമായ ജീവിത പ്രശ്നങ്ങളെ ആസ്പദമാക്കിയിട്ടുള്ള പ്രക്ഷോഭ സമരങ്ങൾ നടത്തുക, ഇത് രണ്ടും കൂട്ടിയോജിപ്പിക്കുന്ന ഒരു പരിപാടിയാണ് CPM-നെ സംബന്ധിച്ചുള്ളത്, ഇടതുപക്ഷത്തെ സംബന്ധിച്ചുള്ളത്. ഇതിൽ നമുക്ക് ഇന്നത്തെ സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ഇത്തരം പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ട് ജനങ്ങളെ അണിനിരത്തണം. അങ്ങനെ മാത്രമേ നമുക്ക് ഈ വർഗീയതയെയും എതിർത്ത് തോൽപ്പിക്കാനാവൂ. അപ്പോൾ വർഗീയത എതിർക്കുക എന്ന് പറഞ്ഞാൽ പ്രതീഷ് പറഞ്ഞ പോലെ നമ്മൾ ഒരു വർഗീയത എതിർക്കുമ്പോൾ മറ്റേ വർഗീയത പറയും, കണ്ടോ ഈ കമ്മ്യൂണിസ്റ്റുകാർ CPIM എടുക്കുന്ന നിലപാട് നിങ്ങൾ നോക്കൂ. ഇപ്പോൾ ഇസ്ലാമിക വർഗീയത യാഥാർത്ഥ്യമാണ്. അതായത് എൻ്റെ ഈ മുസ്ലിം രാഷ്ട്രീയം രാഷ്ട്രീയ ഇസ്ലാം എന്ന പുസ്തകത്തിൽ വിദ്വേഷ പ്രചരണങ്ങൾ നടത്തുന്നതിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്. ഒരു കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ അദ്ദേഹം നടത്തുന്ന ഒരു യൂട്യൂബ് ചാനലിലൂടെ അദ്ദേഹം പ്രഭാഷണം നടത്തുന്നുണ്ട്. ആ പ്രഭാഷണത്തിൽ അദ്ദേഹം പറയുന്നത് മുസ്ലിങ്ങളോട് സംസാരിക്കുന്നത് പോലും സൂക്ഷിച്ചു മതി എന്നതാണ്. മനസ്സിലല്ലേ? ഒരു കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസറായി പറയുന്നത്. പക്ഷെ ആശ്വാസകരമായിട്ടുള്ള കാര്യം, ആ പ്രൊഫസർക്കെതിരായിട്ട് കേസ് കൊടുത്തത് മുസ്ലിം സമുദായത്തിലൊരു വക്കീലാണ്. പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. അതിനെ മുസ്ലിം സമൂഹം അംഗീകരിക്കുന്നില്ല. ഇതുപോലെ തന്നെ ജിഹാദ് ഉണ്ടല്ലോ. അപ്പോൾ നർക്കോട്ടിക് ജിഹാദ് ക്രിസ്തീയ മേഖലയിൽ നിന്ന് ഉയർന്നു വന്നതാണ്. അതിനകത്ത് ഒരു വർഗീയത പ്രചരിപ്പിക്കുന്ന ഒരു സംഘടനയുണ്ട്, അതിൻ്റെ പേരാണ് ഖാസ, ക്രിസ്ത്യൻ അസോസിയേഷൻ ആൻഡ് അലയൻസ് ഫോർ സോഷ്യൽ ആക്ഷൻ. 2019 മുതൽ ക്രിസ്തീയ സമുദായത്തിലും ഈ സ്വത്ത് രാഷ്ട്രീയം ക്രിസ്ത്യൻ RSS എന്ന് പറയാം നിലക്ക് അവർക്കിടയിലുമുണ്ട്. അപ്പോൾ ഇതിനെ നമ്മൾ എതിർക്കുമ്പോൾ അത് പ്രീണനമായിട്ട് ചിത്രീകരിക്കുക. നമ്മൾ ഹിന്ദുത്വ രാഷ്ട്രീയത്തെ എതിർക്കുന്ന അവസരത്തിൽ അവർ പറയും ഇവർ ഹിന്ദുക്കൾക്കെതിരാണ്, ഇവിടെ മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും പ്രീണിപ്പിക്കുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകാർ. ഇല്ല, CPM-നെ സംബന്ധിച്ച്
ഏതെങ്കിലും ഒരു മതവർഗീയതയെ പീഡിപ്പിക്കാനുള്ള ഒരു ശ്രമം നടത്തിയതായിട്ട് ഒറ്റ സംഭവമെങ്കിലും ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ പ്രതീക്ഷ? എനിക്കില്ല. പക്ഷേ ഇവരിങ്ങനെ ഓരോന്ന് പറയുന്നത് ആ പോസ്റ്റ് ഇട്ടു. ഇവര് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുഖ്യമന്ത്രി ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടു. അപ്പോൾ ആ. ഉടനെ ഇന്ന വിഭാഗത്തിൽ നിന്ന് എതിർപ്പുണ്ടായി. അപ്പോൾ ആ പോസ്റ്റ് അവർ ഡിലീറ്റ് ചെയ്തു. ആ. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ആവശ്യം മുസ്ലിം സംഘടനയിൽ നിന്ന് വന്നു. പക്ഷേ CPM എന്ത് പറ്റി? മുസ്ലിം മത നേതാക്കൾ പറഞ്ഞത് അംഗീകരിച്ച് പിൻവാങ്ങി. ഇങ്ങനെ ഓരോരോ സിറ്റുവേഷൻ എന്തെങ്കിലുമൊക്കെ ഒരു ചരിത്രത്തിൽ നടക്കുന്ന എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചിട്ട് നോക്കൂ ഇതെല്ലാം പ്രീണനമാണ്. അല്ല അതിൽ അല്ലെങ്കിൽ വെള്ളാപ്പള്ളി നടേശനെ അതെ. നല്ല രീതിയിൽ ഡിഫെൻഡ് ചെയ്തില്ല. അത് പ്രീണനമായിരുന്നു. അത് കാരണം ആ ഈഴവ വോട്ട് ബാങ്കിനെ പ്രീണിപ്പിക്കാൻ വേണ്ടിയാണ് വെള്ളാപ്പള്ളി നടേശനെ ഡിഫെൻഡ് ചെയ്തത് എന്നൊക്കെയുള്ള ഒരു സമയം പറയാറുണ്ട്. നിങ്ങൾ നോക്കൂ, അതായത് CPM-ൻ്റെ ചരിത്രത്തിൽ കൃത്യമായി എല്ലാ വർഗീയതയും എതിർത്തിട്ടുണ്ട് എല്ലാ കാലത്തും. ഉയർന്നു വരുന്ന പ്രശ്നങ്ങളിലാണല്ലോ നിലപാട് സ്വീകരിക്കുക. ഉം. അപ്പോൾ നിങ്ങൾ നോക്കൂ, രാജ്യത്തിലെ ജനാധിപത്യ വ്യവസ്ഥക്ക് ആരാ ഏറ്റവും കൂടുതൽ ഭീഷണി ഉയർത്തുന്നത്? അത് RSS ന്യൂനപക്ഷ വർഗീയത. ഇപ്പം മുസ്ലിം വർഗീയ ശക്തികൾക്കോ ക്രിസ്ത്യൻ വിഭാഗത്തിലെ വർഗീയതക്കോ ഇന്ത്യൻ ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ പറ്റില്ല. ഉം. ഇപ്പം തന്നെ ഏറ്റവും ഒടുവിൽ വന്ന വാർത്ത കണ്ടല്ലോ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ സെക്യുലറിസവും അതുപോലെ തന്നെ സോഷ്യലിസവും മാറ്റിക്കൊണ്ട്, എന്ന് വെച്ചാൽ പഴയ ഭരണഘടനയിലെ വാക്ക്, ആ ഭരണഘടനയിലെ വാചകം ഉണ്ടല്ലോ, ആദ്യത്തെ വാചകം വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് തുടങ്ങുന്ന ആദ്യത്തെ വാചകത്തിൽ സെക്യുലറിസം ആ വാക്കില്ല. 76-ൽ കൂട്ടിച്ചേർത്തതാണല്ലോ, സോഷ്യലിസം ഇല്ല. പക്ഷേ ആസ് ഇറ്റ് ഈസ് ഇന്ത്യൻ ഭരണഘടനയിൽ അതുണ്ടല്ലോ. അപ്പോൾ ആദ്യത്തെ വാചകത്തിലെ ഈ വാക്കുകൾ ഒഴിവാക്കിക്കൊണ്ട് ഒരു ഭരണഘടനയുടെ കോപ്പി വിതരണം ചെയ്യുന്നു ഗവൺമെൻറ്. വളരെ ഗൗരവപ്പെട്ട വിഷയമാണല്ലോ. ഇങ്ങനെ ഇന്ത്യൻ ഭരണഘടനയുടെ മൂല്യങ്ങളെപ്പോലും ഉപേക്ഷിക്കത്തക്ക നിലയിൽ വരുന്നതാണ് ഏറ്റവും വലിയ വിപത്ത്. അപ്പോൾ CPM-നെ കൃത്യമായിട്ട് നിലപാടുണ്ട്. ഇന്ത്യൻ ജനാധിപത്യത്തിന് ഏറ്റവും കൂടുതൽ ഭീഷണി ആരിൽ നിന്നാണ്? ഹിന്ദുത്വ വർഗീയതയിൽ നിന്നാണ്. അതാണ് മൂർത്തമായ സാഹചര്യം. അതെ, അതാണ് മൂർത്തമായ സാഹചര്യം. എന്നാൽ എല്ലാ വർഗീയതയും എതിർക്കണം. നിങ്ങൾ RSS-നെ എതിർക്കുമ്പോൾ, BJP-യുടെ ഈ ന്യൂനപക്ഷ വിരുദ്ധ നടപടികളെ എതിർക്കുമ്പോൾ അതൊക്കെ പിന്നെ ന്യൂനപക്ഷ പീഡനത്തിൻ്റെ ഭാഗമായിട്ട് ചിത്രീകരിക്കുകയാണ്. ഇപ്പുറത്ത് മുസ്ലിങ്ങൾക്കിടയിലെ വർഗീയ പ്രവർത്തനം അതിനെ എതിർത്തിട്ടുണ്ട്. വെള്ളാപ്പള്ളി നടേശനെ എതിർത്തിട്ടുണ്ട് CPIM. നിങ്ങൾ നോക്കൂ, 1903-ലാണ് SNDP യോഗം സ്ഥാപിച്ചത്. മനസ്സിലായില്ലേ? ശ്രീനാരായണ ഗുരു ജീവിച്ചിരിക്കെ അദ്ദേഹം പരമാധ്യക്ഷനായിക്കൊണ്ട് രൂപീകരിച്ചതാണ് ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം, SNDP യോഗം. 100 കൊല്ലം തികയുന്നതിനിടയിൽ SNDP യോഗത്തിൻ്റെ സ്വഭാവത്തിലൊക്കെ വലിയ മാറ്റം വന്നു. ആദ്യകാലത്ത് ഈഴവ സമുദായത്തിലെ അവശതകൾ പരിഹരിക്കാനുള്ള മുദ്രാവാക്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. നിവർത്തന പ്രക്ഷോഭം എന്ന് പറഞ്ഞാൽ, ഇന്ന് പ്രായപൂർത്തി വോട്ടവകാശമുണ്ട്, അന്നില്ല. നിവർത്തന പ്രക്ഷോഭം അതിൻ്റെ ഭാഗം, അതായത് SNDP യോഗമുണ്ട്. ഇങ്ങനെ അവശതകൾ മാറ്റിയെടുക്കാൻ വേണ്ടിയുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും ആദ്യകാലത്ത് ഏർപ്പെട്ടതാണ് സമുദായ സംഘടനകൾ, SNDP യോഗം അടക്കം. NSS-ഉം സാമൂഹ്യ പരിഷ്കരണത്തിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുണ്ട്. കാരണം വൈക്കം ക്ഷേത്ര സമരത്തിന് പിന്തുണ കൊടുക്കുന്നതിൽ ശ്രീനാരായണ ഗുരു മാത്രമല്ല, പിന്നെ മന്നത്ത് പത്മനാഭനുമുണ്ട്. അങ്ങനെയാണ്. പക്ഷെ പിൽക്കാലത്ത് അത് വെറും ജാതി സംഘടനയായിട്ട് ചുരുക്കി. അപ്പോൾ സ്വത്വ രാഷ്ട്രീയം വന്നു. അപ്പോൾ നിങ്ങൾ നോക്കൂ, 1903-ലാണല്ലോ സ്ഥാപിച്ചത്. 100 കൊല്ലം തികയുന്ന അവസരം ഏതാ വർഷം? 2003. 2003-ൽ ഇന്നത്തെ SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഒരു പരസ്യമായ പ്രഖ്യാപനം നടത്തി. ഞാൻ ഒരു മലബാറിലേക്ക് ഒരു ആകാശത്തെ കെട്ടഴിച്ചു വിട്ടിരിക്കുകയാണ്, ആരുണ്ട് ഇതിനെ പിടിച്ചു കെട്ടാൻ എന്നാണ് ചോദ്യം. എന്തായിരുന്നു പരിപാടി? RSS-ഉമായിട്ട് രഹസ്യമായിട്ട് കൂടിയാലോചിച്ചു. എന്നിട്ട് മലബാറിലേക്ക് SNDP യോഗത്തിൻ്റെ പ്രവർത്തനം വ്യാപിപ്പിക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, തിരുവിതാംകൂറിൽ SNDP യോഗം പ്രബലമാണ്. എല്ലാ സമുദായ സംഘടനകളും സാമൂഹ്യ ജീവിതത്തിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട്. നിങ്ങൾ ഈഴവ സമുദായത്തിൽപ്പെട്ട ഒരാൾ സാധാരണഗതിയിൽ വിവാഹം രജിസ്റ്റർ ചെയ്യണമെങ്കിൽ എവിടെ പോകണം? SNDP യോഗത്തിൽ പോകണം. NSS പിന്നെ കരയോഗത്തിൽ പോകണം. പക്ഷേ നമ്മുടെ ഈ ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭാഗമായിട്ടുള്ള മലബാറിൽ ഈ ഏർപ്പാടില്ല. അത് സാമൂഹ്യമായിട്ട് ചടങ്ങെന്ന നിലക്കല്ല കണ്ട് സമുദായ സംഘടനകൾക്ക് വലിയ പ്രാതിനിധ്യമില്ല ഇവിടെ. അപ്പോൾ അത്തരമൊരു മേഖലയിലേക്ക് ഞാൻ എൻ്റെ യാകാശ്വത്തെ SNDP യോഗത്തെ വ്യാപിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു പ്രഖ്യാപനം നടത്തി. അത് കണ്ണൂരിലായിരുന്നു അന്നത്തെ പരിപാടി. മലബാർ മഹാസംഗമം എന്നതായിരുന്നു അതിൻ്റെ പരിപാടി. ആ പരിപാടി പൊളിഞ്ഞു പാളീസായല്ലോ. എന്താ കാരണം? CPIM അതിനെതിരായിട്ട് പരസ്യമായിട്ട് നിലപാട് സ്വീകരിച്ചു.
അന്ന് വെള്ളാപ്പള്ളി നടേശൻ പല പ്രസംഗങ്ങളും നടത്തി, പ്രചരണം നടത്തി. ഈ കമ്മ്യൂണിസ്റ്റുകാർക്ക് വേണ്ടി ജീവാർപ്പണം ചെയ്യുന്ന രക്തസാക്ഷികളൊക്കെ OBC ആണ്, പിന്നോക്കക്കാരാണ്. ഇങ്ങനെയൊരു നറേഷൻ ഉണ്ടാക്കിയെന്ന്. പക്ഷെ അതൊന്നും ചരിത്രമറിയാവുന്ന ആളുകൾക്ക് മുമ്പിൽ വിലപ്പോവില്ല. കാരണം നിങ്ങൾ നോക്കൂ, സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി തലശ്ശേരി ഇതിനടുത്താണല്ലോ, 40 സെപ്റ്റംബർ 15-ന് തലശ്ശേരി കടപ്പുറത്ത് ബ്രിട്ടീഷുകാർ വെടിവെച്ചു. സാമ്രാജ്യ വിരുദ്ധ മുന്നേറ്റത്തിൻ്റെ ഭാഗമായിട്ട് ഒത്തുകൂടിയിട്ടുള്ള ജനങ്ങളെ വെടിവെച്ചു. 2 പേര് ജീവാർപ്പണം ചെയ്തു. ഒന്ന് ഹിന്ദു, ഒരു മുസ്ലിം. അധ്യാപകനായിട്ടുള്ള അബു മാസ്റ്റർ, തൊഴിലാളിയായിട്ടുള്ള ചാത്തുക്കുട്ടി, എല്ലാം ലെഫ്റ്റാ, ഇടതുപക്ഷമാണ്. അപ്പോഴത്തേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറഞ്ഞു, മനസ്സിലായില്ലേ? പക്ഷേ അവർ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന് കോൺഗ്രസിൻ്റെ കൊടിയും പിടിച്ചിട്ടാണ് 40 സെപ്റ്റംബർ 15-ന് അവിടെ ഒത്തുചേർന്നത്. അപ്പോൾ ഹിന്ദു മുസ്ലിം നിങ്ങൾ നോക്കൂ. പിന്നീട് കയ്യൂരിലെ കർഷക സന്താനങ്ങളെ തൂക്കിക്കൊന്നല്ലോ, കയ്യൂർ രക്തസാക്ഷികൾ. അബൂബക്കർ, അപ്പു, ചിരുകണ്ഠൻ, കുഞ്ഞമ്പു, ആ 4 പേരിൽ നാനാ ജാതി മതസ്ഥന്മാരുണ്ട്. അപ്പോൾ അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി രക്തസാക്ഷിത്വം ഭരിച്ച ആളുകളൊക്കെ പിന്നോക്കക്കാരാണ് എന്ന നറേഷൻ ഉണ്ടാക്കി അന്ന് വെള്ളാപ്പള്ളി നടേശൻ കെട്ടഴിച്ചു വിട്ട യാകാശത്തെ ഈ മലബാറിൽ പിടിച്ചു കെട്ടിയത് CPM ആണ്. പരസ്യമായിട്ട് നിലപാട് സ്വീകരിച്ചു. അപ്പോൾ ഒരു വിഭാഗത്തെയും പീഡിപ്പിക്കുന്ന പ്രശ്നമില്ല, ഒരു വർഗീയതയും എതിർക്കാതിരിക്കുന്ന പ്രശ്നമില്ല. ന്യൂനപക്ഷങ്ങൾക്കിടയിൽ വർഗീയ പ്രവർത്തനം നടത്താൻ ലീഗിൻ്റെ നേതൃത്വത്തിൽ ശ്രമം നടന്നല്ലോ ഈ അടുത്ത കാലത്ത്. എപ്പോൾ എന്ന് വെച്ചാൽ 2021-ൽ, അടുത്ത അധിക കാലമായില്ലല്ലോ, 2021-ൽ അന്ന് വഖഫ് സംരക്ഷണ റാലി. ഇപ്പോഴത്തെ വളരെ പ്രസക്തമായിട്ടൊരു ഓർമ്മപ്പെടുത്തലാണത്, ഇപ്പോഴത്തെ അനുഭവങ്ങളുമായിട്ട്. ഇപ്പോൾ ഈ വഖഫ് ബോർഡിലേക്കുള്ള നോമിനേഷൻ സംബന്ധിച്ച് ഒരു വലിയ തർക്കം ഉയർന്നു വന്നല്ലോ. ഇപ്പോൾ ഈ സതീശൻ, കുഞ്ഞാലിക്കുട്ടി കൂട്ടുകെട്ട് അധികാരത്തിൽ വന്നതിന് ശേഷം വഖഫ് ബോർഡിൽ അമുസ്ലിം പ്രാതിനിധ്യം ഉണ്ടാക്കുന്നതിന് വേണ്ടി BJPയോടൊപ്പം RSSനോടൊപ്പം അണിനിരക്കുന്നു എന്നുള്ള സന്ദേശം കൊടുത്തല്ലോ ഈ സതീശൻ, കുഞ്ഞാലിക്കുട്ടി കൂട്ടുകെട്ട്, അല്ലേ? അമുസ്ലിങ്ങൾക്ക് വഖഫ് ബോർഡിൽ പ്രാതിനിധ്യം വേണം എന്ന്, അത് പ്രാതിനിധ്യം ഞങ്ങൾ കൊടുത്തോളാം എന്ന് പറഞ്ഞിട്ട് കോടതിയിൽ ഉറപ്പ് കൊടുത്തല്ലോ. അതിനെതിരായിട്ട് ആരാ ഫൈറ്റ് ചെയ്തത്? CPIM. ശക്തമായിട്ടുള്ള നിലപാട്. അന്ന് LDFൻ്റെ സർക്കാർ അമുസ്ലിങ്ങളെ നോമിനേറ്റ് ചെയ്യാതെയുള്ളൊരു ബോർഡാണ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. അപ്പോൾ ഞാൻ പറയുന്നത്, അതേസമയം ഈ വഖഫ് സംരക്ഷണ റാലി നടത്തിയവരാ ലീഗുകാർ. ഇപ്പോൾ പിണറായി സർക്കാർ ഭരിക്കുമ്പോൾ അന്ന് എന്തായിരുന്നു വിഷയം? വഖഫ് ബോർഡ്, അതിലെ ഉദ്യോഗസ്ഥന്മാരുടെ നിയമന പ്രശ്നമാണ് അന്ന് ഉണ്ടായിരുന്നത്. ആകെ 50-ൽ താഴെയാണ് വഖഫ് ബോർഡിലെ ഉദ്യോഗസ്ഥന്മാരുടെ തസ്തികകളുള്ളത്. അപ്പോൾ അവർ റിട്ടയർ ചെയ്യുന്ന അവസരത്തിൽ ഒഴിവ് വരുമല്ലോ, ആ ഒഴിവ് വരുന്ന തസ്തികയിലേക്ക് നിയമനം നടത്തണം. അപ്പോൾ നിയമനത്തെ സംബന്ധിച്ച് പല ആക്ഷേപങ്ങളും ഗവൺമെൻറ് കിട്ടി. കാരണം പണമൊക്കെ വാങ്ങിച്ചിട്ട് നിയമനം നടത്തുന്നു. ലീഗുകാരാ, വേറെ ആരുമല്ല. മുസ്ലിം ന്യൂനപക്ഷത്തിൻ്റെ താല്പര്യം സംരക്ഷിക്കുന്നതാണ് അവരവകാശപ്പെടുന്നത്. അപ്പോൾ സുതാര്യമായിരിക്കണം നിയമനം എന്നതുകൊണ്ട് അന്ന് LDF സർക്കാർ ഒരു നിലപാട് സ്വീകരിച്ചു. ആ നിയമനം PSCക്ക് വിട്ടു. ഭയങ്കര ബഹളമായല്ലോ. അന്ന് പറഞ്ഞത്, ഇത് തിരിച്ചടിക്കുകയാണ് ലീഗിനെ, അമുസ്ലിങ്ങളെ വഖഫ് ബോർഡിലെ തസ്തികളിലേക്ക് നിശ്ചയിക്കാൻ വേണ്ടിയുള്ള ഏർപ്പാടാണിത്. മനസ്സിലായി? ഇന്ന് തിരിച്ചടിച്ചിരിക്കുക അത്. അപ്പം അന്ന് മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി നല്ല പ്രസൻസ് ഓഫ് മൈൻഡ് കാണിച്ചു. മതസംഘടനാ നേതാക്കന്മാരെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ സുതാര്യമായിട്ടുള്ള നിയമനം ഉറപ്പുവരുത്തണമെന്നേ ഞങ്ങൾക്കുള്ളൂ. PSC വഴി നിയമനം നടത്തിയാൽ അമുസ്ലിങ്ങൾക്ക് പ്രാതിനിധ്യം വന്നേക്കുമോ എന്ന് നിങ്ങൾ സംശയിക്കുന്നു. കാരണം വഖഫ് എന്ന് പറഞ്ഞാൽ എന്താ? വഖഫ് എന്ന് പറഞ്ഞാൽ ഒരു ഇസ്ലാം മത വിശ്വാസി തൻ്റെ സ്വയാർജിതമായിട്ടുള്ള സ്വത്തോ പാരമ്പര്യമായിട്ട് കിട്ടിയിട്ടുള്ള സ്വത്തോ ദൈവത്തിന് സമർപ്പിക്കുക, ദീനിന് സമർപ്പിക്കലാണ്. അത് നോക്കി നടത്താൻ മുതവല്ലിയുണ്ട് നിയമപ്രകാരം, വഖഫ് ബോർഡ് നിയമപ്രകാരം. അങ്ങനെയുള്ള വഖഫ് സ്വത്തുകൾ ഈ മുതവല്ലിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന പ്രവർത്തനത്തിൻ്റെ ഭരണപരമായിട്ടുള്ള മേൽനോട്ടം വഹിക്കാൻ അധികാരപ്പെട്ടതാണ് വഖഫ് ബോർഡ്. ആ വഖഫ് ബോർഡ് ഉദ്യോഗസ്ഥന്മാരെ അമുസ്ലിം പ്രാതിനിധ്യം വന്നേക്കുമെന്ന് പറഞ്ഞിട്ട് വലിയ ബഹളം കൂട്ടി മതവികാരം ഉണ്ടാക്കാൻ ശ്രമിച്ചപ്പോൾ പിണറായി മതസംഘടനാ നേതാക്കന്മാരെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, ഞങ്ങൾക്കിത് നിയമനം സുതാര്യമായിട്ട് നടത്തിയാൽ മതി, അമുസ്ലിങ്ങളെ ഒന്നും അവിടെ കൊണ്ടുവരാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയാണെങ്കിൽ PSCക്ക് വിട്ട നടപടി പിൻവലിച്ചുകൊണ്ട് സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് ബോർഡാവാം. ദേവസ്വം ബോർഡ് നിയമനം അങ്ങനെയാണ് നടത്തുന്നത്. അപ്പോൾ അഹിന്ദുക്കൾ വരില്ല അവിടെ. ദേവസ്വം ബോർഡിൻ്റെ ഉദ്യോഗസ്ഥ തസ്തികകളിൽ അഹിന്ദുക്കൾ വരില്ല, ഹിന്ദു വിഭാഗത്തിൽപ്പെട്ടവർ മാത്രമേ വരൂ. അതേപോലെ ആവാം. ബഹുമാനപ്പെട്ട ജിഫ്രി തങ്ങൾ ഈ സുന്നി വിഭാഗത്തിലെ പ്രബലമായിട്ടൊരു സംഘടനയുടെ നേതാവാണ്. വേറൊരു സുന്നി സംഘടനയുടെ നേതാവാണ് കാന്തപുരം മുസ്ലിയാർ.
ഇവർ രണ്ടുപേരും പിണറായിയുടെ ഈ നിർദ്ദേശത്തോട് യോജിച്ചു. ഉം. അവരിതിൽ നിന്ന് പിൻവാങ്ങി. ഉം. പക്ഷേ ലീഗ് വിട്ടില്ല. ഉം. കോഴിക്കോട് കടപ്പുറത്ത് ഉം. അവർ വഖഫ് സംരക്ഷണ റാലി നടത്തി. ഉം. ഉടനീളമുള്ള ഉം. ലീഗ് അണികളെ ഉം. അവിടത്തേക്ക് ആനയിച്ചു. ഉം. പ്രകോപനപരമായിട്ടുള്ള മുദ്രാവാക്യങ്ങൾ വിളിച്ചു. ഉം. അന്നാണ് കോഴിക്കോട് കടപ്പുറത്ത് ഒരു മുദ്രാവാക്യം കേട്ടത്. ഉം. ആ, ചെത്തുകാരൻ കോരൻ്റെ ഉം. മകന് ഉം. ഏ, സ്ത്രീധനം കിട്ടിയ നാടല്ല കേരളം. ഉം. മനസ്സിലായി? ഉം. പിണറായി സർക്കാർ അന്ന് ശരിയായിട്ടുള്ള നിലപാട് സ്വീകരിച്ചപ്പോൾ ഉം. അമുസ്ലിം പ്രാതിനിധ്യം ഉദ്യോഗസ്ഥന്മാരിൽ വന്നേക്കുമോ എന്നുള്ള ആശങ്ക പ്രകടിപ്പിച്ചപ്പോൾ ഉം. കൃത്യമായ നടപടി എടുത്തല്ലോ. ഉം. പക്ഷേ ഇവർക്കെന്താ വിഷയം? ഉം. പിന്നെ 5 കൊല്ലത്തെ ഭരണം പോയി, ഉം. തുടർ ഭരണം വന്നു പിണറായി. ഉം. അപ്പോൾ കേരളത്തിലെ ലീഗിൻ്റെ നിലനിൽപ്പ് പോലും അപകടത്തിൽ പെടുമോ എന്ന് വന്നപ്പോൾ മതവികാരം ഇളക്കി വീഴണം, അധികാരത്തിലേക്ക് തിരിച്ചു വരാനുള്ള ആക്രാന്തം, അതാണ് വഖഫ് സംരക്ഷണ റാലി നടത്താൻ ലീഗിനെ പ്രേരിപ്പിച്ചത്. അന്ന് കേട്ട മുദ്രാവാക്യം. ഉം. അങ്ങനെ പ്രകോപനപരമായിട്ടുള്ള മുദ്രാവാക്യം ഉയർത്തി മതവികാരം ഇളക്കിവിടാൻ നടത്തിയ പരിശ്രമത്തിൻ്റെ ഘട്ടത്തിൽ അന്നതിനെ എതിർക്കാൻ ലെഫ്റ്റാണ്, CPM ആണ് ഉണ്ടായത്. അപ്പോൾ ലീഗിനെ എതിർക്കുമ്പോൾ, ജമാഅത്തെ ഇസ്ലാമിയെ എതിർക്കുമ്പോൾ ഉടനെ ഇവർ നെറേഷൻ ഉണ്ടാക്കും. എന്താണ്? ഇസ്ലാമോഫോബിയ. ഉം. ഒരു ഭാഗത്ത് ഉം. നിങ്ങൾ RSSനെ പ്രീണിപ്പിക്കുന്നു, ഉം. മറ്റേ മോദി പിണറായി ഡീൽ, ഉം. CPM പിണറായി, പിന്നെ CPM RSS ഡീൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു നെറേഷൻ ഉണ്ടാക്കിയല്ലോ. ഉം. ലീഗുകാരുണ്ടാക്കിയ നെറേഷൻ എന്താ? ഇടത് ഇസ്ലാമോഫോബിയ. ഇടത് ഹിന്ദുത്വ. ഇസ്ലാം ഭീതി ഉണ്ടാക്കുക. ഉം. അത് ഹിന്ദുത്വ ശക്തികൾ നടത്തുന്നത്. അതിൻ്റെ പ്രചാരകന്മാരായിട്ട് CPM LDF മാറുന്നു എന്നതാണ്. ഉം. CPMനെ സംബന്ധിച്ച് എല്ലാ വർഗീയതയും എതിർക്കുക എന്നതാണ് നിലപാട്. പക്ഷേ നേരത്തെ പറഞ്ഞ കാര്യം നമ്മൾ ഓർമ്മ വേണം. ഇന്ത്യൻ ജനാധിപത്യത്തിന് ഭീഷണി ഉയർത്താൻ കഴിയുന്നൊരു ശക്തി ഹിന്ദുത്വ രാഷ്ട്രീയമാണ്. അത് കൃത്യമായി തിരിച്ചറിഞ്ഞുകൊണ്ട് അതിന് സഹായകരമായ നിലയിൽ ഇപ്പുറത്ത് ന്യൂനപക്ഷ വർഗീയത വരുമ്പോൾ അതിനെയും എതിർക്കുക, എല്ലാ വർഗീയതയും എതിർക്കുക, അങ്ങനെ മതനിരപേക്ഷത സംരക്ഷിക്കുക. ഇതാണ് CPMൻ്റെ നിലപാട്. ഇപ്പോൾ ഈ ഞാൻ കാണുന്ന ഒരു ട്രെൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഇടതുപക്ഷ രാഷ്ട്രീയമൊക്കെ പറയുമ്പോൾ ഇടതുപക്ഷത്തെ എതിർക്കാൻ വേണ്ടി ലിബറൽ ആൻഡ് റൈറ്റ് വിങ് ശക്തികൾ ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറേ നക്സലൈറ്റ് നേതാക്കളുണ്ട്, അവരെ കൊണ്ടുവരുത്തും. അപ്പോൾ എന്നിട്ട് അവർ പറയും ഞങ്ങളാണ് യഥാർത്ഥ വിപ്ലവകാരികൾ, ഞങ്ങളുടെയൊക്കെ കാലത്തായിരുന്നു വിപ്ലവം, ഇപ്പം എല്ലാം നശിച്ചു. പിന്നെ ഇവരുടെ ജോലി എന്ന് വെച്ചാൽ ഈ CPMനെ ഇങ്ങനെ കുറ്റം പറയുക എന്നതാണ്. അങ്ങനെയുള്ള കുറേ താത്വിക ചിന്തകന്മാരുണ്ട്, അവർ കുറേ പുസ്തകങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അവരുടെ പുസ്തകത്തിൽ എഴുതിയതാണ് യഥാർത്ഥ കമ്മ്യൂണിസം എന്ന് അവരിങ്ങനെ പ്രചരിപ്പിക്കും. അപ്പോൾ അവരിങ്ങനെ പറയും പണ്ടത്തെ വിപ്ലവമൊക്കെ ആയിരുന്നു വിപ്ലവം, ഇപ്പം എന്താണ്, ഇപ്പം CPM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരുത്തൽവാദികളായി മാറിക്കഴിഞ്ഞു. അപ്പോൾ അതിലെന്താണ് സഖാവിന് പറയാനുള്ളത്? അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് ഒരു തൊഴിലാളി വർഗത്തിൻ്റെ രാഷ്ട്രീയം, പക്ഷെ അധ്വാനിക്കുന്നവരുടെ വർഗ രാഷ്ട്രീയമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സവിശേഷത. മറ്റു പാർട്ടികൾക്കൊന്നും അത് അവകാശപ്പെടാൻ പറ്റില്ല. വലതുപക്ഷം, വലതുപക്ഷവും ഇടതുപക്ഷവും തമ്മിലുള്ള വ്യത്യാസം ഇതാണ്, ക്ലാസ് പൊളിറ്റിക്സ് ആണ്. അപ്പോൾ ആ വർഗ രാഷ്ട്രീയം സ്വാഭാവികമായിട്ടും വിജയിപ്പിക്കുന്നതിന് വേണ്ടി വർഗ സമരങ്ങൾ നടത്തുക എന്നുള്ളത് അതിനാണ് പ്രാമുഖ്യം. അതല്ലാതെ ഈശ്വര നിഷേധ പ്രസ്ഥാനമല്ല. വർഗ രാഷ്ട്രീയം, മൂർത്തമായ ജീവിത പ്രശ്നം ഉണ്ടല്ലോ, നിങ്ങൾ വിശ്വാസിയാണ്, ശരി, നിങ്ങളുടെ ജീവിത പ്രശ്നത്തിന് എന്താ കാരണം? ഈ നയമാണ്, ഭരണകൂടത്തിൻ്റെ സമീപനമാണ്. അപ്പോൾ അത് തിരുത്തുന്നതിന് വേണ്ടിയുള്ള പ്രക്ഷോഭ സമരത്തിൽ വിശ്വാസികളെ കൂടി അണിനിരത്താനാണ് കമ്മ്യൂണിസ്റ്റുകാർ പരിശ്രമിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ വർഗസമരങ്ങളെ പ്രോത്സാഹിപ്പിക്കുക, ജീവിത പ്രശ്നങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ആളുകളെ സംഘടിപ്പിക്കുക, മാറ്റങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങൾ നടത്തുക, ഇതാണ് കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള ആളുകൾ പരിശ്രമിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഈ പരിശ്രമത്തിന് ഒരു സംഘടന ആവശ്യമാണ്. നിങ്ങളൊരു സിദ്ധാന്തം ഉരുവിട്ടത് കൊണ്ട് മാത്രം കാര്യമില്ല. ആ സിദ്ധാന്തം പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടി ഒരു ഓർഗനൈസേഷൻ സെറ്റപ്പ് വേണം, അതിനൊരു സംഘടനാ തത്വങ്ങൾ വേണം. ഈ തത്വങ്ങൾ യാന്ത്രികമായി പ്രയോഗിച്ചതിൻ്റെ പ്രശ്നങ്ങളുണ്ട്, അതല്ല ഞാൻ പറയുന്നത്. സംഘടന വേണം. സംഘടന ഇല്ലാതെ നിങ്ങൾക്കൊരു മൂവ്മെൻറ്റ് വിജയിപ്പിക്കാൻ പറ്റില്ല. ഇപ്പോൾ CJP ഒരു സംഘടനയായല്ലോ അവർ, അതുകൊണ്ടാണല്ലോ അവർക്ക് വിജയിപ്പിക്കാൻ കഴിഞ്ഞത്. അതിൻ്റെ വക്താവുണ്ട്, അതുപോലെ അതിൻ്റെ സ്ഥാപകനുണ്ട്, സഹസ്ഥാപകനുണ്ട്, ഇങ്ങനെ ഒരു ഓർഗനൈസേഷൻ സെറ്റപ്പ് അവർക്കും ഉണ്ട്. അപ്പോൾ അസംഘടിതമായിട്ടുള്ളൊരു മൂവ്മെൻ്റ് ആയിട്ട് മാത്രം അതിനെ കാണേണ്ടതില്ല. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അതിനൊരു ജൈവഘടനയുണ്ട്. ആ ജൈവഘടനയുടെ സവിശേഷത അതിനകത്തും സമരമാണ്. ഇതാണ് ഭരണകൂട സംവിധാനത്തിനെതിരായിട്ടുള്ള സമരം മാത്രമല്ല, ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംഘടനയെന്ന സംവിധാനത്തിനകത്തും ആശയപരവും സംഘടനാപരവുമായിട്ട് സമരം നടത്തുന്നുണ്ട്. ഇപ്പം നിങ്ങളും ഞാനും ഇദ്ദേഹവുമെല്ലാം ഒരു സംഘടനയുടെ ഭാഗമാണെങ്കിൽ എൻ്റെ തെറ്റുകൾ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാം. അപ്പോൾ ഗൗരവതരമായിട്ട് തെറ്റാണെങ്കിൽ നോ,
നിങ്ങൾക്ക് ഈ സംഘടനയുടെ ഭാഗമായിട്ട് നയിക്കാൻ പറ്റില്ല. കാരണം ഇത് പ്രത്യേകമായിട്ട് ആദർശത്തിന് വേണ്ടി നിലകൊള്ളുന്ന പാർട്ടിയാണ്. ആദർശത്തിന് ഘടകവിരുദ്ധമായിട്ടുള്ള നിലപാട്, പ്രവർത്തനം നിങ്ങളുടെ ഭാഗത്ത് വരുന്നു. അതുകൊണ്ട് നിങ്ങൾ ഈ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി മാറാൻ പാടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ലോകത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത്, ഇന്ത്യയിലെയും കേരളത്തിലെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് ശരിയും തെറ്റും തമ്മിലുള്ള ആശയ സമരം നടക്കുന്നു. ആ ആശയ സമരത്തിലൂടെ ചിലർ പാർട്ടിക്ക് വെളിയിലാവും. തെറ്റായിട്ടുള്ള നിലപാട് സ്വീകരിക്കുക, തെറ്റായ സംഘടനാ നിലപാട് സ്വീകരിക്കുക, ചിലർ പുറത്താവും. ഏതുപോലെ സാധാരണ കൊല്ലൻ, നിങ്ങളെ അവിടെയൊക്കെ പറയുമല്ലോ കൊല്ലൻ. ഈ കൊല്ലൻ്റെ ആല കണ്ടിട്ടില്ലേ? അത് കൊല്ലൻ്റെ ആലയിൽ, കൊല്ലൻ്റെ ആലയിൽ ആയുധങ്ങൾ മൂർച്ച കൂട്ടുന്നതിന് വേണ്ടി അവർ ചെയ്യുന്നത് എന്താ? നല്ലോണം പഴുപ്പിക്കും, അല്ലേ? ഉലയിലിട്ട് നല്ലോണം പഴുപ്പിക്കും. എന്നിട്ടോ എന്താ ചെയ്യുക? അടിക്കും. അടിക്കുന്ന അവസരത്തിൽ തെറിച്ചു പോകുന്നത് എന്താണ്? നമ്മളിവിടെ പറയുക, കൂടം മുട്ടുമ്പോൾ കീടം തെറിക്കും എന്നാണ്. മനസ്സിലായല്ലോ? ആ തെറിക്കുന്ന കീടം കൊണ്ട് നിങ്ങൾക്ക് ഒരു ആയുധം ഉണ്ടാക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന ഒരു ജൈവഘടനക്കകത്ത് നടക്കുന്ന ആശയപരവും സംഘടനാപരവുമായിട്ട് സമരത്തെ തുടർന്ന് ചിലർ പുറത്തു പോകുന്നുണ്ടാവും. അവരെ കൊണ്ട് ഒരു ആയുധം ഉണ്ടാക്കാൻ പറ്റില്ല. ഈ കീടങ്ങളെ കൊണ്ട് ഒരു ആയുധം ഉണ്ടാക്കാൻ പറ്റില്ല. അതുപോലെ ഈ ചാനലിൽ വന്നിട്ട് CPM-നെ വള്ളു പറയുക, ഇടതുപക്ഷത്തെ ആക്ഷേപിക്കുക, ഞങ്ങൾ പറയുന്നതാണ് മാർക്സിസം ലെനിനിസം എന്ന് വ്യാഖ്യാനിക്കുക. അവരുടെ കയ്യിൽ വല്ല സംഘടനയുണ്ടോ? അതായത് നിങ്ങൾക്ക് ഒരു വിപ്ലവ പ്രവർത്തനം നടത്തണമെങ്കിൽ അതൊരു സംഘടന ഉണ്ടാവണം. സംഘടനാ നിയമങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു സംവിധാനം ഉണ്ടാവണം. ഈ സംവിധാനത്തിനകത്ത് സമരം നടത്തി പുറത്തു പോയിട്ടുള്ള ചിലർ, ഒറ്റപ്പെട്ട ചിലർ, ഞാൻ പറയാ കീടങ്ങളെന്ന് ശാരീരികമായിട്ടുള്ള ആക്ഷേപിക്കലല്ല അവരെ. ഇവർക്ക് ഒരു സംഘടിതമായിട്ടുള്ള ഒരു ശക്തിയായിട്ട് മാറാൻ പറ്റില്ല. അപ്പോൾ അവരെയാണ് വലതുപക്ഷം പൊക്കിപ്പിടിക്കുന്നത്. അത് അവരുടെ താല്പര്യം, അതായത് വലതുപക്ഷ താല്പര്യം. അതാണ് പ്രധാനപ്പെട്ട ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെ ആക്രമിക്കുന്നതിന് ഇവരെ ആയുധമാക്കാൻ പറ്റും. ആ വലതുപക്ഷത്തോട് പറയാനുള്ളത്, ഇത്തരം തെറിക്കുന്ന കീടങ്ങളെ കൊണ്ട് ഈ ജൈവഘടനയെ തകർക്കാൻ നിങ്ങൾക്ക് കഴിയില്ല എന്നതാണ്. ഇതാണ്. അപ്പോൾ അത്തരത്തിലുള്ള പലരും പല കാലഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഇതിനകത്താണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംഘടനാതത്വങ്ങളിൽ ഒന്ന് ഉൾപാർട്ടി സമരമാണ്. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് ഫലം വന്നല്ലോ, തെരഞ്ഞെടുപ്പ് തിരിച്ചടിയാണ് ഉണ്ടായത്. ഈ തിരിച്ചടി എന്തുകൊണ്ടാണ് ഉണ്ടായത്? കേരളത്തിൽ 6 ലക്ഷത്തോളം CPM-ൻ്റെ മെമ്പർമാരുണ്ട്. അവരോട് പാർട്ടി നേതൃത്വം എന്താ പറഞ്ഞത്? നിങ്ങൾ സ്വതന്ത്രവും ഉള്ളു തുറന്നതുമായിട്ടുള്ള ചർച്ച നടത്തൂ എന്നതാണ്. ഇപ്പോൾ കേന്ദ്ര കമ്മിറ്റി അന്തിമമായിട്ടൊരു രേഖ അത് സമൂഹത്തിൽ കിട്ടുക, സാമൂഹ്യ മാധ്യമങ്ങളിൽ കിട്ടുക, വാട്സപ്പിലടക്കം വന്നു. മനസ്സിലായില്ലേ? അപ്പോൾ കേരളത്തിലുടനീളം നടത്തിയിട്ടുള്ള ഉൾപാർട്ടി ചർച്ചയുടെ ഫലമായിട്ട് വന്നിട്ടുള്ള കാര്യങ്ങൾ സംസ്ഥാന കമ്മിറ്റി ഒരു രേഖ അംഗീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ആ രേഖയെക്കാളും കൂടുതൽ സുവ്യക്തമായിട്ടുള്ള നിലപാട് പാർട്ടി കേന്ദ്ര കമ്മിറ്റി അന്തിമമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇവിടുത്തെ കാര്യം മാത്രമല്ല, ബംഗാളിലെ തെരഞ്ഞെടുപ്പ് ഫലം, തമിഴ്നാട്ടിലെ തെരഞ്ഞെടുപ്പ് ഫലം, ആസാമിലെ തെരഞ്ഞെടുപ്പ് ഫലം, പുതുശ്ശേരിയിലെ തെരഞ്ഞെടുപ്പ് ഫലം. അവിടെ പുതുശ്ശേരിയിൽ ഒരു CPM മെമ്പറാണ് സ്വതന്ത്രമായിട്ട് ജയിച്ചത് മാഹിയിൽ നിന്ന്. അപ്പോൾ ഈ ജൈവഘടന മനസ്സിലാക്കാത്തവർ പലതലക്കും പാർട്ടിയെക്കുറിച്ച് പലതും പറയും, അതിലൊന്നും വസ്തുതയില്ല. ഈ ജൈവഘടനക്കകത്താണ് ഉൾപാർട്ടി സമരം. നിങ്ങൾ പുറത്തു പോയിട്ട് ഉൾപാർട്ടി സമരം നടത്തിയാൽ ശരിയാവില്ല. ഉൾപാർട്ടി സമരം നടത്തിക്കൊള്ളുക. നേതൃത്വത്തിൻ്റെ പിഴവുകൾ, നേതൃത്വത്തിൻ്റെ പോരായ്മകൾ തിരുത്തുന്നതിന് വേണ്ടി ഈ പാർട്ടി സംഘടനയുടെ അകത്ത് നിൽക്കുന്നവർക്ക് മാത്രമേ സാധ്യമാവൂ. അതിൻ്റെ ഉൽപ്പന്നമാണ് ഏറ്റവും ഒടുവിലത്തെ പാർട്ടി കേന്ദ്ര കമ്മിറ്റിയുടെ രേഖ. അതാണ് അന്തിമമായിട്ട് പാർട്ടിയുടെ നിലപാട്. സംഘടനയുടെ ഉള്ളിൽ നിന്ന് പ്രവർത്തിച്ചാലേ മാറ്റം ഉണ്ടാകത്തുള്ളൂ. വെളിയിൽ പോയി പ്രസംഗിച്ചിട്ട് കാര്യം. CPM ഇപ്പോഴും വിപ്ലവ പാർട്ടി തന്നെയാണ്, വിപ്ലവം ഉപേക്ഷിച്ചിട്ടില്ല. ഇല്ല, യാതൊരു സംശയവും ഇല്ല. മാത്രമല്ല അതിന് അംഗീകൃതമായിട്ടൊരു പരിപാടിയും, ആ പരിപാടി അപ്ഡേറ്റ് ചെയ്തതാ. 64 അംഗീകരിച്ച CPM-ൻ്റെ പരിപാടിയല്ല ഇപ്പോൾ പാർട്ടി ഉയർത്തിപ്പിടിക്കുന്നത്, കാലാനുസൃതമാക്കിയതാണ്. എന്തുകൊണ്ട്? പുതിയ അനുഭവങ്ങൾ, 64-ന് ശേഷം ലോകത്തുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ, ഇന്ത്യയിലുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ, ഇതിനെ കൂടി ഉൾക്കൊണ്ടുകൊണ്ടാണ് 2000-ലെ CPM-ൻ്റെ പാർട്ടി പരിപാടി. ഇനിയിപ്പോൾ ഈ പാർട്ടി പരിപാടി പുതിയ അനുഭവങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ഇനിയും പാർട്ടി പരിശോധിക്കുമല്ലോ. അങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ ഈ ഒരു ജലാശയത്തിലെ വെള്ളം എങ്ങനെയാ കെട്ടിക്കിടക്കുക, പുഴയിലെ വെള്ളം ഒഴുകിക്കൊണ്ടേയിരിക്കും. അപ്പോൾ കഴിഞ്ഞ കൊല്ലം കണ്ടിട്ടുള്ള ചെളിവെള്ളം ഇപ്പോൾ കാണണമെന്ന് വിചാരിച്ചാൽ നടക്കില്ല. ഇപ്പോൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന വെള്ളം ചെളിവെള്ളമാണോ ശുദ്ധജലമാണോ അത് നമുക്ക് നോക്കാം. ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു പുഴയെ പോലെയാണ് രാഷ്ട്രീയം.
അപ്പോൾ മാറ്റങ്ങൾ വരും. ആ മാറ്റങ്ങളെ കൃത്യമായിട്ട് വിലയിരുത്തുക, പുതിയ അനുഭവങ്ങളിൽ നിന്ന് പാഠം പഠിക്കുക, മുന്നോട്ട് പോവുക. ഇതാണ് CPIM ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇതുവരെ നമുക്ക് സമയം തന്ന സഖാവിന് നന്ദി. വളരെ ഇതുവരെ സന്തോഷം. ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം തന്ന മാത്രമല്ല ആ. പ്രതീഷിൻ്റെ യൂട്യൂബ് ചാനലുമായിട്ട് സംസാരിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത്, ഉം. താങ്കൾ തന്നെ പറഞ്ഞ പോലെ ഉം. താങ്കൾ ഒരു കറകളഞ്ഞ ഒരു നിരീശ്വരവാദിയായിരുന്നു. ഉം. അപ്പം നിരീശ്വരവാദ ആശയത്തിൽ നിന്ന് ഉം. മാർക്സിസം ലെനിസം എന്താണ് എന്ന് പഠിക്കുന്നതിലേക്കും ലിബറൽ ജനാധിപത്യവാദികളോട് എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത് എന്നതിലേക്കും താങ്കൾ എത്തി. അപ്പോൾ നിങ്ങളുമായിട്ട് സംവദിക്കുക എന്ന് പറയുന്നത് എന്നെപ്പോലെയുള്ള ഒരു CPM പ്രവർത്തകനെ സംബന്ധിച്ച് അങ്ങേയറ്റം സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളെപ്പോലെ ചിന്തിക്കുന്നവരായിരിക്കും നിങ്ങളുടെ പ്രേക്ഷകന്മാർ. അപ്പോൾ അവരോട് CPMന് പറയാനുള്ളത് എന്താണ്? അത് ഞാൻ CPMൻ്റെ ഒരു വലിയ നേതാവൊന്നുമല്ല, ചെറിയൊരു പ്രവർത്തകൻ എന്ന നിലക്ക് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ചാനലിലൂടെ സംവദിക്കാൻ കഴിഞ്ഞതിൽ അങ്ങേയറ്റത്തെ സന്തോഷമുണ്ട്. അത് പ്രേക്ഷകരെ ആകെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. താങ്ക് ഓക്കെ, യു. സന്തോഷം.